കർത്താവെ. അവിടുന്ന് അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ കർത്താവെ. ഒരു തടസ്സവും ഉണ്ടാകല്ലേ കർത്താവെ. അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവെ. ഓരോ വിഷയങ്ങളുമായി കർത്താവെ മക്കളായിരിക്കുന്നല്ലോ കർത്താവെ. ദൈവം അവിടുന്ന് മാനിച്ച് അവരുടെ വിഷയങ്ങളെ ദൈവം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്വർഗത്തിലെ ദൈവം അവരുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് പറയുവാൻ ഓരോ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. അപ്പന്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണേ പിതാവെ. അടിയനെയും സമർപ്പിക്കുന്ന കർത്താവെ. ഹാലേലുയ മീറ്റിങ്ങിനെ ഹാലേലുയ തടസ്സമായി കർത്താവെ. അടിയന്റെ കുറവശങ്ങളൊന്നും കർത്താവ് കണക്കിടല്ലേ കർത്താവെ. ദൈവസന്നിധിയിൽ കർത്താവെ അടിയനെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്ന കർത്താവെ. ശക്തി തരണേ കർത്താവെ. ദൈവത്തിന്റെ ശക്തിയാൽ ഓരോരുത്തരെയും ദൈവം ബലപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും കർത്താവെ. അനുഗ്രഹിച്ചാട്ടെ. ദൈവ പ്രാർത്ഥന കേട്ടിരിക്കാലെ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ. ദൈവനാമത്തിൽ പാട്ടുപാടാനായി പെണ്ണമാമയെ ക്ഷണിച്ചുകൊള്ളുന്നു. സകല ജഡത്തിനെ സമയമല്ലോ ആത്മാവിൽ സകല ജഡത്തിനെ കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണം. ഇറങ്ങണമേ അസിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ അകനദിയായി വേണമേ അമിതിവോ ഇറങ്ങണമേ അസിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി വേണമേ ണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി വേണം. ഭക്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാനും. ഭക്തിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ. ഇവോടെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. അവൻ ജീവോടെ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. അമെന്തി പോലെ അഗ്നിനാവായി പതിയണമേ
കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി വീണമേ ആവേണ്ടി പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി വീണമേ അമേച്ചിയായി മലമുകൾ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിന്റെ ദൈവമേ അതിയന്മേൽ ഇറക്കേണമേ അമേച്ചിയായി മലമുകൾ ഒരു തീജ്വാല ഞാൻ കാണുന്നു ഇസ്രായേലിന്റെ ദൈവമേ അതിയന്മേൽ ഇറക്കേണമേ ആമേൻ ദീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ ആമേൻ ദീപോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകണമേ അത്ഭുതമേറ്റുവിനാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം അത്ഭുതമേറ്റുവിനാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം എല്ലാരും വേഗമായി കൂടി സന്തോഷമായ നല്ലവനാ പ്രാർത്ഥനവേ നല്ലവനായി വെളിപ്പെടും അവൻ നല്ലവനായി പ്രാർത്ഥനവേ നല്ലവനായി വെളിപ്പെടുമേ ഉദമേറ്റുവി നാമം ഇപ്പോഴെങ്ങും ഉയർത്തിടാം ഉദമേറ്റുവിൻ നാമം ഇപ്പോഴെങ്ങും ഉയർത്തിടാം കരത്താലും പരിശുദ്ധാത്മശക്തിയാലോ കരത്താലും പരിശുദ്ധാത്മശക്തിയാലോ തിരുവചനം അതിധൈര്യമായി മുരച്ചിടുക സഹോദരനെ തിരുവചനം അതിധൈര്യമായി മുരച്ചിടുക സഹോദരനെ ആമേൻ നാമം ഇപ്പോഴും ഉയർത്തിടാം ഉദമേശുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം പിളരുകൾ വീഴ്ത്തും തേന്മാരിയെ ഊറ്റുമവേ പിളരുകൾ വീഴ്ത്തും തേന്മാരിയെ ഊറ്റുമവേ ജനകോടികൾ പകരുമപ്പോ ദുർശക്തികളും ജനകോടികൾ പകരുമപ്പോ ദുർശക്തികളും അനേകം നാമം ഇപ്പോഴും ഉയർത്തിടാം നാമം ഇപ്പോഴും ഉയർത്തിടാം പണിയുമല്ല ക്രിസ്തുവിൻ നാമത്തിനായി ഒന്നുമല്ല ക്രിസ്തുവിൻ നാമത്തിനായി അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടും അവനത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടും അവനത്ഭുതമേശുവിൻ നാമം ഇപ്പോഴും
ഉയർത്തിടാം ഉദമേശുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം നീ കണ്ണുകൾ തുറക്കും കാണിൽ കാതുകളെ കിടക്കുമേ കണ്ണുകൾ തുറക്കും കാതു കേട്ടിടും ചേരോ ഓമരെല്ലാം തുതി മുഴക്കും കാവലുടന്നുള്ളവർ തുതിച്ചുയരോ ഓമരെല്ലാം തുതി മുഴക്കും ആമേശുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം ഉദമേശുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം മുതങ്ങൾ തുടങ്ങും സർവഭാഗയും ഭൂതങ്ങൾ തുടങ്ങും സർവഭാഗയും ആശ്വസിക്കോ സ്വരം മുഴക്കിടുമേ അവയോഗികളോ ആശ്വസിക്കും സ്വരം മുഴങ്ങിടുമേ ഉദമേശുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം ഉദമേശുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം നിന്നിതപാത്രൈ ദേവ നമ്മെ നായകൻ നിന്നിതപാത്രൈ ദേവ നമ്മെ നായകൻ പണിടുക കരങ്ങൾ നമ്മോടിക്കും അമലെഴുന്നേറ്റുക പണിടുക കരങ്ങൾ നമ്മോടിക്കും അമലൻ പുതമേറ്റുവിൻ നാമം ഉയർത്തിടാമേൽ പുതമേറ്റുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം പുതമേറ്റുവിൻ നാമം ഇപ്പോഴും ഉയർത്തിടാം സ്തോത്രം 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 കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവേ. പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം പെണ്ണമാമേ ദൈവം അനുഗ്രഹിച്ചതിനാല സ്തോത്രം കർത്താവ്. കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോഗ്യവും ബലവും കൊടുത്ത് കർത്താവെ ദൈവസന്നിധിയിൽ ഹാലേലൂയ പാടുവാനും പ്രാർത്ഥിപ്പാനും എന്റെ മകളെ ദൈവം അനുഗ്രഹിക്കണേ. ആരോഗ്യവും ബലവും കൊടുത്ത് കർത്താവ് ദീർഘായുസ് കൊടുത്ത് കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും നമുക്ക് സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുവാനുള്ള സമയമാണ്. അതിനുവേണ്ടി മനീഷ സിസ്റ്ററിനെ ഞാൻ ദൈവനാമത്തിൽ ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ വായിക്കുന്നത് 21 സങ്കീർത്തനമാണ്. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വെച്ചിരിക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചിരിക്കുന്നു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ
കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലം കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂള പോലെയാക്കും. യഹോവേ തന്റെ ക്രോധത്തിൽ അവരെ വിഴുകിക്കളയും. തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ബലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും. അവരുടെ മുഖത്തു നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 21-ാം സങ്കീർത്തനം സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഇതിന്റെ മേലെഴുത്ത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സങ്കീർത്തനം നമ്മുടെ കർത്താവ് ആയ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം മറ്റുള്ള ഉയർപ്പ് ആഘോഷിക്കുന്ന ചർച്ചുകളിലൊക്കെ ഈ സങ്കീർത്തനം സാധാരണമായി വായിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ആ മഹത്വത്തോട് വരുമ്പോൾ പാടുന്ന ഒരു സങ്കീർത്തനമാണ്. ഇതിൻ്റെ അത് പറയുന്ന യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചനയെ നിഷേധിച്ചതുമില്ല. എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് പറയുന്നത് കർത്താവ് ഭൂമിയിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ ദൈവം അവനെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ യഹോവയോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. 3-ാം വാക്യം നമ്മുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വെച്ചു. എന്തെന്ന് വെച്ചാ ഇത് 2 തെസ്സലോനിക്കർ 9-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നെങ്കില് വിജയ ശ്രീലാളിതനായിട്ട് വന്ന കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അപമാനത്തിന്റെ കിരീടം, മുൾക്കിരീടം തലയിൽ ഏറ്റി വന്ന കർത്താവ് പിന്നെ ദൈവസന്നിധിയില് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും രാജാവായി മരണമില്ലാത്തവനായി ഇരിക്കുമ്പോൾ കർത്താവിന്റെ തലയിൽ പിതാവ് തങ്കക്കിരീടം അണിയിക്കുന്നു. നമ്മൾക്ക് വേണ്ടി അവൻ അപമാനത്തിന്റെ കിരീടം ധരിച്ചു. പക്ഷെ കർത്താവോ അവനെ മഹത്വപ്പെടുത്തി തങ്കക്കിരീടം തലമേൽ വെച്ചു കൊടുത്തു എന്ന് പറയുന്നത്. പിന്നെ 4-ാം വാക്യം അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. കാരണം കർത്താവ് ഒരിക്കലും മരിക്കുകയില്ല. ഭൂമിയിൽ ഇറങ്ങി വന്നു നമ്മൾക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടി ഒരു വെട്ടി അവൻ മരിച്ചു എങ്കിലും അവൻ അങ്ങയുടെ ജീവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പിതാവ് കർത്താവിന്റെ മേലെ കാരുണ്യമായിട്ടിരുന്നു. അതാണ് പറയുന്നത് അവന് എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. പിന്നെ കർത്താവിന് ഒരു മരണമില്ല. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചിരിക്കുന്നത്. തെസ്സലോനിക്കർ വാക്യത്തിൽ എബ്രായർ 2:9 ഈ വാക്യം പറയുന്നുണ്ട്. നമ്മൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു മാനപ്പെട്ടവനായിട്ട് നിന്നു പട്ട് അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ച് കർത്താവ് നിർത്തിയതായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം മുഴുവനും പറയുന്നത്. അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിൽ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ പിതാവിന്റെ അടുക്കൽ ചെല്ലുമ്പോ ആനന്ദ സന്തോഷമായിരിക്കും. ആ സന്തോഷം നമ്മളും നമ്മുടെ കാലം കഴിഞ്ഞ് ചെല്ലുമ്പോ ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ ഇതേ സന്തോഷം അനുഭവിക്കും. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതെയിരിക്കും. സർവശക്തന്റെ കാരുണ്യം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആരും കുലുങ്ങിപ്പോകാനെ കൊണ്ട് ഇടയാകില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എപ്പോഴും കരുണയും കൃപയും നിറഞ്ഞവനാണ്. നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ
കണ്ടുപിടിക്കും. നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. ദൈവത്തിന് വിരോധമായി ഇരിക്കുന്നവരെ കർത്താവ് അതിന്റെ ആ ന്യായസനത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കുമെന്ന് ഇതിൻ്റെ അകത്ത് പറയണം. 9-ാം വാക്യം, നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂള പോലെയാക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയുകയും തീ അവരെ ദഹിപ്പിക്കുകയും ചെയ്യും. കാരണം നമുക്കറിയാം പഴയ നിയമത്തിലും പറയുന്നുണ്ട്, പിന്നെ അതേപോലെ 2 ശമൂവേലിന്റെ പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കാലം വരുമ്പോ, ന്യായവിസ്താരത്തിന്റെ കാലം വരുമ്പം കെട്ടതെല്ലാം കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് പോലെ ദുഷ്ടന്മാരായിരിക്കുന്നവര് അവരുടെ ഒരു സന്തതി പോലും രക്ഷപ്പെടത്തില്ലെന്ന് ഇവിടെ പറയാണ്. അതെല്ലാം ന്യായവിധിക്ക് അവർ യോഗ്യനായി തീച്ചൂളയിൽ അവരെല്ലാം വീഴേണ്ടി വരും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. കാരണം നീതിയില്ലാതെയും ദുഷ്ടത ചെയ്യുന്നവരുടെ സന്തതിക്ക് പോലും രക്ഷപ്പെടാനെ കൊണ്ട് പറ്റുകയില്ല. കാരണം അവരുടെ സന്തതി പോലും കർത്താവ് നീക്കം ചെയ്യും. അപ്പൊ നമ്മളെല്ലാം ജാഗ്രതയോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. നമ്മുടെ വിചാരവും ചിന്തയും ഒക്കെയും സർവശക്തനായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ജീവനുള്ള ദൈവത്തിന്റെ അരിക്കൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തയും വിചാരവും ഇരിക്കണം. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ വീണു പോകാനെ കൊണ്ട് ഇതുണ്ട്. ദുഷ്ടപിശാച് നമ്മളെ പലവിധமான തന്ത്രങ്ങളിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തയും വിചാരവും ദൈവത്തിന്റെ അരിക്കലാകുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്നും കർത്താവ് നമ്മളെ കാത്തു പരിപാലിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവാണ് നമ്മൾക്കുള്ളത്. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. എന്തെല്ലാം കർത്താവിന് വേണ്ടിയിട്ട് ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും. അവരുടെ മുഖത്തിനു നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ നീതിയും ന്യായത്തോടെ നടന്നില്ലെങ്കിൽ കർത്താവ് അവരെ പുറംതിരിഞ്ഞേ കാണിക്കത്തുള്ളൂ. കാരണം എന്ന് പറയുന്നുണ്ട്, ഞാൻ നിന്റെ സങ്കീർത്തനത്തിൽ വേറൊരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പുറം തിരിഞ്ഞിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ യഹോവ നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. നീതിമാന്മാരെപ്പോഴും ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ പാടും. നമ്മളും അതേപോലെ തന്നെ നീതിമാന്മാരായി എപ്പോഴും സ്തുതിക്കുന്ന നാവുള്ളവരായും എപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നവരായിട്ടും ഇരിക്കണം. ഇത് ഈ സങ്കീർത്തനത്തിലൂടെ പറയുന്നത് നന്മ കിട്ടുമ്പോ ഒരു നന്ദി പറയുന്ന ഒരു സങ്കീർത്തനം ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, നമ്മൾ സ്തുതിക്കുന്നവരായിരിക്കണം, പാടുന്നവരായിരിക്കണം, ദൈവത്തെ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ വായും കൊണ്ട് സംസാരിക്കണം. ഇതാണ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. ആമേൻ. സ്തോത്രം സ്തോത്രം. 21-ാം സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പാൻ കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. പ്രബോധിപ്പിക്കുവാൻ ദൈവം ശക്തി കൊടുത്തതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്ന സദൃശ്യവാക്യം 18:10 പറയുന്നുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഓരോരുത്തർക്കും നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തെ സ്തുതിക്കാം. ഇനിയും നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. പ്രാർത്ഥിക്കാൻ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ വ്യക്തികൾക്ക് വേണ്ടി അവരുടെ വിഷയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി
ബ്രദർ ബാബുവിനെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാനാണോ പറഞ്ഞേ? പ്രാർത്ഥിക്കും ബ്രദറെ. ഗ്രൂപ്പിനെ വഹിച്ചുകൊണ്ടും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെയും കൂടെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ രാത്രിയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കർത്താവെ ഈ പ്രയർ ഗ്രൂപ്പ് അടുത്ത് വരുവാൻ തക്കവണ്ണം അവിടെ ഇടയാക്കിയ വൻദയെ ഓർത്തങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ. ഈ ഗ്രൂപ്പ് മുഖാന്തരം അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഹല്ലേലൂയ, ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രൈസ് ലോർഡ് പ്രവർത്തനത്തെ, ഇതിന്റെ ഹല്ലേലൂയ, ഇതിൽ കൂട്ടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് സർവശക്തിയുള്ള ദൈവമായിരിക്കാൻ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയിൽ കൂടുന്ന വ്യക്തി ജീവിതങ്ങളുടെ ഹല്ലേലൂയ നല്ല വിടുതലിന്റെ അനുഭവം, ഹല്ലേലൂയ സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗം ഈ നാളുകളിൽ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. വിവിധ സ്റ്റേറ്റുകളിൽ ഹല്ലേലൂയ അനേക പ്രൈസ് ലോർഡ് വ്യക്തികളെ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ് വിശ്വാസികളെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും സ്വർഗം ഹല്ലേലൂയ അത്ഭുതം പ്രവർത്തിക്കണം, വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ മാനസാന്തരപ്പെടുവാൻ ഹല്ലേലൂയ സ്വർഗം ഇടയാക്കുമാറാകണമേ. വെള്ളത്തിന് മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവേ, വ്യക്തി ജീവിതങ്ങളുടെ മേൽ സ്വർഗം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ മനസ്സാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. ഭാരത രാജ്യം മുഴുവൻ ഹല്ലേലൂയ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക പോരുകളെ, ജാതിക പോരുകളെ സ്വർഗം ശാസിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലെ എല്ലാ വ്യക്തികളെയും, ഈ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ പേരുപരായവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയമായി ഹല്ലേലൂയ ഹല്ലേലൂയവരായിരിക്കുന്നുവോ ആ വിഷയത്തിന് മേൽ വിടുതൽ പ്രാപിച്ചു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണമായി ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവെ, പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗ്രൂപ്പിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസനെ പിന്നെയും ദൈവം ബലപ്പെടുത്തുവാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നമുക്ക് സ്തോത്രം ചെയ്യാൻ ഇനിയും നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങളാണ്. നമ്മുടെ കേരളത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ UP ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ദേശത്ത് കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി അനേക ചർച്ചുകൾ ഇവിടെ എല്ലാം ക്ലോസ് ആക്കിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ ദേവദാസന്മാരെ എല്ലാം പിടിച്ച് ജയിലിലിട്ടൊക്കെയാണ്. അവരെല്ലാം പുറത്തു വരുവാനും ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ദൈവത്തിന്റെ വേലയെ കർത്താവിന്റെ ദാസന്മാർ പോയി പറയുവാനും എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ കേരളത്തിലെ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കല്യാണത്തിന് വിവാഹ പ്രായമായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസത്തിന്റെ തടസ്സങ്ങളെ മാറ്റുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ജെഫിൻ ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. ജെഫിൻ ബ്രദറെ. കേൾക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് സൂമിറ്റിയിൽ കർത്താവ് കൂടി വന്ന് പാടുവാൻ, ദൈവത്തെ പ്രാർത്ഥിപ്പാൻ, ദൈവത്തിനോട് ആരാധിപ്പാൻ, ദൈവം ഒരുക്കുന്ന വചന ശുശ്രൂഷിപ്പാൻ, വചന സംഘത്തിന് പ്രവചിപ്പാൻ, സംഘത്തിന് വായിപ്പാനും ധ്യാനിപ്പാനും കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. പിന്നെ കർത്താവെ, ദൈവം പാടുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം.
ഞങ്ങൾ പാടുവാൻ ഒരു ദൈവാസിയെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം. സംഘത്തെ വായിപ്പാൻ, സംഘത്തെ പ്രവചിപ്പാൻ ദൈവാസിയെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം. കർത്താവെ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രത്യേക കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ നീ അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കുക. പ്രത്യേക കർത്താവെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കർത്താവെ യു പി പ്രദേശത്തെയും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ കർത്താവ് ദൈവവാസമായ സുവിശേഷം മർദ്ദനം, അടിപിടി, കഷ്ടതയ്ക്ക് കർത്താവ് ജയിലറിയും പാർക്കുന്നു. അനേക ആലയങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾ കാണുന്നു. കർത്താവ് ദൈവമേ നിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ, നിന്റെ ഹിതം ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, ദൈവകൃപ പാരണമേ, ദൈവശക്തി പാരണമേ. കഷ്ടയും ഭാരം അനുഭവിക്കുന്ന ദൈവവാസന്മാരുടെ കുടുംബങ്ങളുണ്ട്. അവരുടെ വൈഫുകളും കുഞ്ഞുങ്ങളും അവരൊക്കെ പല ബുദ്ധിമുട്ടുകൾ ഭാരപ്പെടുന്നുണ്ട്. കർത്താവെ സഭകൾ വളരെ ബുദ്ധിപ്പെടുന്നുണ്ട്. കർത്താവെ എവിടെ കഷ്ടതയുടെ നടുവിൽ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമായിരിക്കും. ദേശത്ത് ഇന്ത്യ മഹാരാജ്യത്തോട് ദൈവം സംസാരിക്കണം. എന്റെ ഭരണാധികാരികളോട് ദൈവം സംസാരിക്കണേ. സുവിശേഷം ഒരു വാതിലും വഴിയും തുറക്കണമേ. അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളെയും പരിശുദ്ധാത്മാവ് അകറ്റണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവമേ കർത്താവെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ കർത്താവെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കണമേ. ആരും പൈസ ഇല്ലാതെ മറ്റു ഭാരപ്പെടുന്നുണ്ട് അവരുടെയും കാര്യങ്ങൾ കർത്താവ് അത്ഭുതം. കർത്താവെ ജോലിയില്ലാത്ത എല്ലാ വ്യക്തികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ദൈവമേ ഈ മീറ്റിംഗിൽ കടന്നു വന്നവർക്കെല്ലാം കർത്താവെ അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമായി കർത്താവ് ജോലിയില്ലാത്ത ജോലി കൊടുക്കണമേ. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഉപരിപഠനത്തിനായി പൈസയോ മറ്റു സാഹചര്യമില്ല ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവം അവരെ കർത്താവ് മാനിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവപ്രവൃത്തി അവരെ വെളിപ്പെടണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ, കർത്താവെ ദൈവമേ നിന്റെ ഒക്കെ കടഭാരത്താഞ്ഞിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലോണിന്റെ മറ്റു പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദേശത്തും പല രാജ്യങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഭാരപ്പെടുന്ന ജീവിതങ്ങൾ അവർക്കെല്ലാം ദൈവത്തിന്റെ ആശ്വാസങ്ങളും വിടുതൽ വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ വചനം ശുശ്രൂഷിക്കും ദൈവാസനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ദൈവപ്രവർത്തി വെളിപ്പെടണമേ, ദൈവീയ അനുഗ്രഹം വെളിപ്പെടണം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ വചനം ശുശ്രൂഷിക്കും ദൈവാസനോട് കൂടെ ഇരിക്കണമേ. വചനം കേൾക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. അത് കേട്ട് ഞാൻ ജീവിതത്തിൽ ആഴമായി അനുസരണമായി ജീവിക്കാൻ സഹായിക്കണമേ. ദൈവപ്രവർത്തിക്കായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ ഇതിൽ കടന്നു വന്ന സകല ദൈവാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഇതിന് മുമ്പ് സൃഷ്ടി കടന്നു ദൈവാസന്മാരെയും ഈ സൂമിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവ് ഫ്ലാറ്റും കർത്താവെ നിയന്ത്രിക്കുന്ന ദൈവവാസനെ ഓർത്ത് പ്രാർത്ഥിക്കും. കർത്താവെ അവരുടെ ആവശ്യമില്ല, അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി ദൈവം അവർക്കൊരു വിശാലത ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് പ്രത്യേക ഈ ആരാധനയ്ക്ക് ലീഡ് ചെയ്യുന്ന ദൈവാസിയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ ദൈവപ്രവർത്തി വെളിപ്പെടണമേ. അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം. പരിശുദ്ധാത്മ അവരുടെ ഹൃദയമായി സംസാരിച്ച് ദൈവത്തിന്റെ ഹിതത്തിനനുസരമായി ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരമായി ജീവിക്കാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ പ്രത്യേക ഈ ഗ്രൂപ്പിന് ലീഡ് ചെയ്യുന്ന ദൈവാസിയം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങനെ ആളാം പ്രതി പേര് വരാൻ കർത്താവ് രോഗികൾ, ഞങ്ങളുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച രോഗികൾ, ദുഃഖിതർ, പ്രയാസം അനുഭവിക്കുന്നവർ, ഭാരം അനുഭവിക്കുന്നവർ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഞങ്ങളുടെ ആണിപ്പഴമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. കർത്താവ് വിടുവിക്കണമേ, കർത്താവ് സൗഖ്യം പറയണമേ, കർത്താവ് അത്ഭുതം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് നിന്റെ ഹൃദയത്തിനായി ഏൽപ്പിക്കുന്നു, നിന്റെ ഇഷ്ടത്തിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് ദൈവപ്രവൃത്തി ഓരോ ജീവിതങ്ങളിൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോ ജീവിതങ്ങൾ പറഞ്ഞു ഓരോരുത്തരുടെ മേലും കർത്താവ് അവരനുഭവിക്കുന്ന ഭാരങ്ങളുടെ പ്രയാസം മേൽ കർത്താവെ നിന്റെ വിടുതൽ അയക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവ് ഞങ്ങൾ കൂടി വന്ന എല്ലാവരെയും ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമേ. അവരനുഭവിക്കുന്ന ഭാരങ്ങളും പ്രയാസങ്ങളും വിടുവിക്കണം. ദൈവം നാം എല്ലാവരിലും മൗത്തിനാക്കി പ്രാർത്ഥന യേശുവിനാം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ പ്രാർത്ഥിച്ച കർത്താവിന്റെ ദാസനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് മമ്മ ഇനി എന്താ ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പിന്നെ നമ്മുടെ രോഗികളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രാർത്ഥിച്ചോ മോളി. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ പരിശുദ്ധന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രി കാലത്തിനായിട്ട് പിന്നെയും അപ്പാ അവിടുത്തെ സന്നിധിയിൽ അടുത്ത് വരുന്ന കർത്താവേ, ഈ ഗ്രൂപ്പിൽ കർത്താവെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ഒരു പ്രാവശ്യം കൂടെ പിന്നെയും സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ വിഷയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, രോഗികളായിരിക്കുന്നവരെ ഹാലേലി അവിടുത്തെ പരിശുദ്ധ കരം തൊട്ട് അവരെ സൗഖ്യമാക്കണേ കർത്താവെ. ഹാലേലൂയ ദൈവമേ, ഞങ്ങളുടെ കുറവശങ്ങളൊന്നും ഓർക്കല്ലേ പിതാവേ. അന്ന് ഞങ്ങളുടെ നാവിനോട് കൂടെ ഉണ്ടായിരിക്കണേ പിതാവേ. ഞങ്ങളെ ബലപ്പെടുത്തണേ കർത്താവേ. ഹാലേലൂയ കർത്താവേ.
കർത്താവേ. ഹല്ലേലൂയ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. ഇനി സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ കർത്താവേ. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും കർത്താവേ ദൈവം അവിടുന്ന് ഹല്ലേലൂയ വഴി തുറന്ന് കർത്താവേ അവരുടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റണേ കർത്താവേ. ലോകരാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അടിയന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്ത് അനേക കർത്താവിന്റെ ദാസന്മാരെല്ലാം കർത്താവേ ജയിലറകളിലായിരിക്കുന്ന കർത്താവെ, അനേക ചർച്ചകളെല്ലാം ബന്ധാക്കിയിട്ടേക്കുന്ന കർത്താവെ, ഇവിടെ കർത്താവെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ലാത്ത ദേശമാണ് കർത്താവെ. അല്ലേലി ഇവിടുത്തെ ഭരണാധികാരികളോട് ദൈവം ഇടപെടുമാറാണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അല്ലേലി എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ കർത്താവെ, അല്ലേലി സ്വാതന്ത്ര്യം ദൈവം നൽകി തരുമാറാണേന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം തൊടുമാറാണേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഗ്രാമപ്രദേശങ്ങളിലൊക്കെയും കർത്താവേ ദൈവത്തെ അറിയാത്ത അനേകരുണ്ട് കർത്താവേ. അവിടെ എല്ലാം കർത്താവേ ദൈവത്തിന്റെ നാമം കർത്താവെ ചെന്നെത്തുവാൻ അവിടുത്തെ ദാസന്മാരെ അങ്ങ് അയക്കണേ കർത്താവേ. അവരെല്ലാം ദൈവം അവന്റെ ചിറകിന്റെ മറവിൽ മറയ്ക്കണേ കർത്താവേ. അവരുടെ പോക്കിലും വരവിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണേ ദൈവമേ. ആരെയും കർത്താവെ ഉപദ്രവിക്കുവാനോ ദൈവമേ ദൈവനാമത്തിന് തടസ്സമായി കർത്താവെ ഹല്ലേലൂയ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അവരുടെ ഹൃദയങ്ങളെ ദൈവം തൊടുമാറാണേ കർത്താവെ. ആരാധിക്കുവാൻ കർത്താവെ കർത്താവേ ദൈവമേ അവിടുന്ന് കർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ക്യാൻസറിന്റെ ഭാരത്താല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർത്താവെ അനേകരുണ്ട് കർത്താവെ. ദൈവം അവർക്കെല്ലാം പരിപൂർണ സൗഖ്യം കൊടുത്ത് ദൈവത്തിന്റെ സാക്ഷികളായി കർത്താവെ ഹല്ലേലൂയ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം ഹല്ലേലൂയ എഴുന്നേൽപ്പിക്കണേ പിതാവേ. ദൈവമേ ഹല്ലേലൂയ കർത്താവെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇന്ന് രാത്രികാലം കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. അങ്ങ് വലിയവനും വിശ്വസ്തനുമാണ് കർത്താവേ. വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് മറുപടി തരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് മാത്രമാണ് സ്തുതിക്ക് യോഗ്യൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് കർത്താവേ ഹല്ലേലൂയ കർത്താവ് വചനവുമായി വരുന്ന കർത്താവേ പാസ്റ്ററെ കർത്താവേ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ദൈവം ഹല്ലേലൂയ നിന്റെ ദാസനിൽ കൂടെ കർത്താവേ ദൈവ ശബ്ദം കേൾക്കുവാൻ കർത്താവേ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവമേ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണേ കർത്താവേ. നല്ല വചനം ഘോഷിപ്പാൻ കർത്താവെ, വചനം കേട്ട് വചനത്തിൽ അനുസരണമുള്ളവരായി ജീവിപ്പാൻ ദൈവഭയമുള്ളവരായി ജീവിപ്പാൻ കർത്താവേ അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി കാലം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ മാനിക്കണേ കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം കർത്താവേ. ദൈവമേ അടിയന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. മോളി പാസ്റ്റർ എന്ന് വിളിച്ചേക്കണേ. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. ദൈവം വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബാബു ബ്രദറിന്റെ മകള് 13-ാം തീയതി അതിന്റെ വിവാഹമാണ്. ആ വിവാഹം എല്ലാം അനുഗ്രഹമായി തീരുവാന് നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ അമ്മാളമ്മയുടെ മകളുണ്ട്, ആശയുണ്ട്, ആശയുടെ സഹോദരനുണ്ട്, അതുപോലെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ അത് നാൻസി ഉണ്ട്. അതുപോലെ ബിനോയ് പാസ്റ്റർക്ക് തലമുറയില്ല. ബ്ലസ് സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആശ്വതി ഓർക്കാം, മാരതി ഓർത്ത് പ്രാർത്ഥിക്കാം, കൃപയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ?
ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ജയൻ രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സംഭവബഹുലമായൊരു പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നുപോയി കർത്താവേ. ലോകമെമ്പാടും എന്തെല്ലാം അനർത്ഥങ്ങളിൽ കൂടെ കർത്താവെ കടന്നുപോയപ്പോൾ അനേകായിരങ്ങൾ രോഗികളായ ആശുപത്രി കിടക്കയിൽ അഭയം പ്രാപിച്ചപ്പോൾ അനേകർ പെട്ടെന്നുള്ള മരണത്താൽ ഈ ഭൂമിയുടെ മുഖത്തൊന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ ഒരു പകൽക്കാലം കൂടെ കർത്താവ് ഞങ്ങളെ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എത്ര സ്തുതിക്കണപ്പാ, നിന്നതല്ല കർത്താവെ, നീ ഞങ്ങളെ നിർത്തിയത് കർത്താവെ. ഒരു മാസക്കാലം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നല്ല കർത്താവെ. അപ്പച്ചാ, കഴിഞ്ഞ 4 മാസക്കാലം എത്ര അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയ ആണ്ടിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും കോവിഡ് ദൃഷ്ടി ഞങ്ങളുടെ മേലുണ്ടായിരുന്നു കർത്താവെ. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഒരു ദിവസം പോലും മുടങ്ങാതെ വണ്ണം ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പ് തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെയും കർത്താവെ അനേക അഭിഷിക്തമാർക്കും ഒക്കെ വചനം സംസാരിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ അവിടുന്ന് ഒരുക്കി കർത്താവെ. ഞങ്ങൾ ആരും പ്രാഗൽഭ്യമുള്ളവരല്ല കർത്താവെ. അവിടുന്ന് മുന്നമേ ഞങ്ങളെയൊക്കെ കണ്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം സ്തോത്രം. മരിച്ചവരും മൗനതയിൽ ഉറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദേശത്ത് കർത്താവെ അങ്ങേ ഉയർത്തുവാൻ അവിടെയായി ഞങ്ങളെയൊക്കെ കണ്ടതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കർത്താവ് ഓരോ ദിവസവും കയറി ഇറങ്ങി എല്ലാ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസിമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ, ഇന്ന് രാത്രി കാലത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ അപ്പച്ച. പ്രിയ അഭിഷേകത്തിന് സാഹചര്യത്തെ അവിടുന്ന് ഒരുക്കി കൊടുക്കുമാറാകണം കർത്താവെ. അപ്പച്ച, ഇന്ന് അനേക സ്ഥലങ്ങളിൽ കൺവെൻഷൻ, ഉപവാസ പ്രാർത്ഥനകള്, ഉണർവ് യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ കർത്താവേ അപ്പാ, ഓരോ വൈകിയ വേളയിലും ഞങ്ങൾക്ക് വിവിധ രാജ്യങ്ങളിൽ വിവിധ ടൈം സോണിൽ ഇരുന്ന് അപ്പനെ ആരാധിപ്പാൻ തരുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ആരാധന ലീഡ് ചെയ്ത മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാഹചര്യം ഇത്രത്തോളം നിന്റെ മകൾക്ക് അനുകൂലമാക്കി കൊടുത്തല്ലോ അപ്പച്ച. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, നാളുകളായി നിന്റെ മകൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതാണല്ലോ അപ്പച്ച. ഗ്രൂപ്പിലൊന്ന് പാടുവാനൊന്ന് പ്രാർത്ഥിക്കുവാനും ആരാധന ലീഡ് ചെയ്യുവാനൊക്കെ അവിടുന്ന് തക്ക സമയത്ത് സാഹചര്യം എല്ലാം ഒരുക്കുന്ന ഓർത്ത് സ്തോത്രം. എൻ്റെ കർത്താവേ അപ്പച്ച, ഓരോ രാജ്യങ്ങളിൽ നിന്ന് കയറി ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പ, ഞങ്ങളുടെ കർമ്മേൽ ഗ്രൂപ്പ് വളരട്ടെ കർത്താവേ. ഈ പ്രയർ ഒരു അനുഗ്രഹമായി മാറണം. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരെ അവിടുന്ന് കൂട്ടി വരുത്തി കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് കാഹളം മൂതുമ്പോൾ ഞങ്ങളുടെ എരിഹോമോലം അതിനുപോലെ നിൽക്കുന്ന എല്ലാ പ്രതികൂലമാകുന്ന മതിലുകളും ചാടിക്കടക്കുന്ന ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച, ലോകരാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച, ഹോസ്പിറ്റൽ മിനിസ്ട്രി, ജയിൽ മിനിസ്ട്രി, പരസ്യയോഗങ്ങൾ, ബൈബിൾ സൊസൈറ്റികള്, മറ്റ് ലോകമെമ്പാടും നടക്കുന്ന സഭകളെ, അവരുടെ കുടുംബങ്ങളെ, അതിൽ ശുശ്രൂഷ എടുക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ തലമുറകളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വിവാഹപ്രായമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. നാളുകളായി വിവിധ സഭകളിൽ കർത്താവേ അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ അപ്പച്ച. അപ്പ, തക്ക സമയത്ത് ഇനിയും താമസിക്കല്ലേ കർത്താവേ. അപ്പച്ച, വേഗത്തിൽ ഓരോ കുഞ്ഞുങ്ങളുടെയും വിവാഹം അനുഗ്രഹപ്രദമായി തീരുവാൻ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തക്കതായ തുണകളെ അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബാബുബ്രദറിന്റെ മകളെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പച്ച, അനേക നാളുകളായിട്ട് കർത്താവേ ഷാരോൺ സഭ മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണല്ലോ സ്വർഗത്തിലെ. അവിടുന്ന് അത്ഭുതകരമായി തക്ക സമയത്ത് സ്വർഗം നിന്റെ മകൾക്കായി തക്ക തുണി ഒരുക്കി കൊടുത്തത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എൻഗേജ്മെന്റ് ഒക്കെ നടക്കുവാൻ ദൈവയുടെയായല്ലോ കർത്താവേ. ഇടയാക്കിയതിനായി സ്തോത്രം. മെയ് 13 നടക്കുന്ന വിവാഹത്തെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതനിലാദൻ മൗവ ദമ്പതിമാരെ അനുഗ്രഹിച്ച കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരുവാൻ അവരെ സഹായിക്കണമേ കർത്താവേ. വിവാഹ ശുശ്രൂഷകളെ എല്ലാം അപ്പന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കാനാവിലെ കല്യാണത്തിന് കുറവ് തീർത്ത കർത്താവേ. അപ്പച്ച, എല്ലാത്തിനും നിറവുള്ളവരായി തിന്ന് തൃപ്തി പ്രാപിച്ച് ശേഷിച്ച കൊട്ട എടുക്കുവാൻ തക്കവണ്ണം വിവാഹത്തെ സഹായിക്കണമേ. വരുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥി. 2 കുടുംബങ്ങൾ
ഞങ്ങൾ ഒരുമിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇരു കുടുംബങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒന്നിനും കുറവില്ലാതെ വണ്ണം എല്ലാറ്റിനും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവെ അവരുടെ ആവശ്യങ്ങളിലെല്ലാം സ്വർഗത്തിലെ അപ്പം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനല്ലാതെ ഒന്നിനും കഴിയില്ല പച്ച. പ്രവൃത്തിയിൽ വലിയവനെ, ആലോചനയും ശക്തിമാനായ കർത്താവ്, സകലത്തിനും അത്ഭുതമായി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അപ്പ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അപ്പ എൻ്റെ ദൈവമേ അപ്പച്ച, തക്ക സമയത്ത് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട തുണകളെ അവിടുന്ന് കൊടുത്ത കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ, ശമൂവേൽ ബാലനെ പോലുള്ള കുഞ്ഞുങ്ങളെ അവിടുന്ന് കൊടുത്തു മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആണ്ടുകൾ കഴിയും മുമ്പ് യഹോവയുടെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. മച്ചിയെന്ന് വിളിച്ചവർക്ക് 6-ാം മാസം. എൻ്റെ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ കർത്താവെ. അപ്പ കർത്താവെ, ഞങ്ങളുടെ അനീഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പൊ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആ മാതാപിതാക്കന്മാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നല്ലോ എൻ്റെ കർത്താവെ. പറഞ്ഞ വാഗ്ദത്തം കർത്താവെ വേഗത്തിൽ നിറവേറണമായിരുന്നു. മാസം കുഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കർത്താവെ അവനായി ഒരുക്കി വെച്ച തുണയെ അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ. ഇനിയും താമസിക്കല്ല അപ്പച്ച, ഇനിയും താമസിക്കല്ലേ. വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടണമേ. അപ്പൊ അഞ്ജലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാനഡയുടെ മണ്ണിൽ കർത്താവെ എൻ്റെ പൈതലിന് വേണ്ടി ഒരു തുണയെ ഒരുക്കി കൊടുക്കണമേ. ഇനിയും താമസിക്കല്ലേ. അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവെ. അപ്പാ എന്റെ കർത്താവെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലത്തെ മീറ്റിങ്ങിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വളരെ തിരക്കുകൾക്ക് മധ്യത്തിനും കർത്താവെ, ഞങ്ങളുടെ മധ്യ നിന്റെ മകനായിരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം സ്വർഗത്തിലെ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഏതാത്മാവിൽ എഴുതി അതേ ആത്മാവിൽ ഞങ്ങളോട് സംസാരിപ്പാം. മകനെ അധികാരപ്പെടുത്തണമേ. അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുക. ഞാനെ സഹായിക്കണമേ. കുടുംബം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ശക്തവും വ്യക്തവുമായി സംസാരിക്കണമേ. അപ്പൊ ഓരോ വ്യക്തികളോടും അങ്ങേക്ക് പറയുവാനുള്ളത് എൻ്റെ മകന്റെ നാവിൽ കൂടെ കേൾക്കുക. ഞങ്ങളെ സഹായിക്കണം. വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ച് സാഹചര്യം എല്ലാം അനുകൂലമാക്കണം. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കൂട്ടിവരുത്തണം. എല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സ്തോത്രം സ്തോത്രം. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തിയേൽപ്പ്. എൻ്റെ ജീവിതത്തിന്റെ കുറവ് ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമായി തീരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്ര സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. നിർവയോട് കേട്ടുത്തരം മാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പാസ്റ്ററെ, വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ ശബ്ദം ക്ലിയർ ആണോ? എന്റെ ശബ്ദം ക്ലിയർ ആകുന്നുണ്ടോ? ക്ലിയർ ആ പാസ്റ്ററെ. കേൾക്കാം പാസ്റ്റർ, കേൾക്കാം. ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ? കേക്ക എന്തോ ഒരു അരുണച്ച മ്യൂട്ട് ഇട്ടേ. പാസ്റ്റർ മ്യൂട്ടാ. സോറി. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണം. ഞാന് ഒത്തിരി തിരക്ക്, ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓടി വരുന്ന ഒരു വരവാണ്. വന്ന് നേരെ സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ കർത്താവിനെ ഉയർത്താൻ ഞാൻ ആയിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്നെ ഇന്ന് സംഭവിച്ചതെല്ലാം വളരെ അഭിചാരിതമായ ഒരു എൻകൗണ്ടറാണ്, കണ്ടുമുട്ടലാണ്. ഈ കർമ്മയിൽ ഗ്രൂപ്പിന്റെ അകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന
എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങളെ ഓർക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. മറ്റൊരു എന്റെ വേണ്ടപ്പെട്ട ഒരു സ്നേഹിതൻ പാസ്റ്ററാണ് ഇന്ന് നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടതെങ്കിലും ആമേൻ അടുത്ത ദിവസങ്ങളിൽ ആ ദൈവദാസൻ നിങ്ങളെ ശുശ്രൂഷിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് സാംസൺ എന്നാണ്. എന്റെ സ്വദേശം പത്തനാപുരം എന്ന സ്ഥലത്താണ്. ഞാൻ എന്റെ ചർച്ച് കോട്ടയം ജില്ല പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ അടുത്ത ഈ മെയ് മാസം 1 ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ വഹിക്കുക. ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ഒരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾ വായിച്ചു തരണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കാം. ആഴ്ചവട്ടത്തിൻ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ആമേൻ. നമ്മ വായിച്ച കേട്ട വാക്യം വളരെ അനുഗ്രഹീതമായ വേദഭാഗമാണ്. സ്തോത്രം. നാം വായിച്ചത് ഇങ്ങനെയാണ്: മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഞാൻ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പ്രവചിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും കാണത്തില്ലെന്ന് പറഞ്ഞ് പിശാച് അടച്ചു വെച്ച ആമേൻ ചില മേഖലകളെ പ്രാർത്ഥിക്കുന്ന നിന്റെ കണ്ണുകൾ കാണാൻ പോവുകയാണ്. മനസ്സിലാകുന്നവർ ആ കരമുയർത്തി ദൈവത്തിന് നന്ദി പറയണം. ദൂത് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. എന്റെ ജീവിതത്തോടാണ്, എന്റെ കുടുംബത്തോടാണ്, എന്റെ തലമുറയോടാണ്. ആമേൻ. ദൂതെങ്കിൽ നിങ്ങൾ ആത്മാവ് സ്വീകരിച്ചോ. നമുക്കിവിടെ കാണുന്നത് ഇങ്ങനെയാണ്: മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. കണ്ടോ? നിങ്ങളുടെ ശ്രദ്ധ കണ്ടോ? കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. നമുക്കറിയാം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിലും ഈ വിഷയം നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മറ്റു സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2 സഹോദരിമാർ ചെന്ന് അവർ പറഞ്ഞ ചോദിച്ചൊരു ചോദ്യമാണ്. എന്താണെന്ന് അറിയാമോ? നമുക്ക് വേണ്ടി ആരാണ് ഈ കല്ല് ഉരുട്ടി മാറ്റുന്നത്? ഓക്കെ, നിങ്ങള് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, മത്തായി, മർക്കോസ്, ലൂക്കോസിൽ വായിക്കുമ്പോൾ അവിടുത്തെ ചോദ്യം ഇങ്ങനെയാണ്: അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് വേണ്ടി ആരാണ് ഈ കല്ലുരുട്ടി മാറ്റുന്നത്? നമുക്ക് വേണ്ടി ആരാണ് ഈ കല്ലുരുട്ടി മാറ്റുന്നത്? ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി ദൈവങ്ങളോട് പറയാം. അസാധാരണമായ രീതിയിൽ കർത്താവ് ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറയുക. സ്തോത്രം. ഇവിടെ ഈ സഹോദരിമാർക്ക് കല്ലുരുട്ടി മാറ്റാൻ അവിടെ ആരുമില്ല. അതാണ് അവരുടെ ചോദ്യം. ആരാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റുന്നത്? ഞാൻ ഒത്തിരി പേരുടെ പേരൊക്കെ എടുത്ത് പറയേണ്ടതുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സോ നമുക്ക് നേരെ വചനത്തിലേക്ക് പ്രവേശിക്കാം, ദൂതിലേക്ക് പ്രവേശിക്കാം. ചോദിച്ച ചോദ്യമുണ്ട്: ആരാണ് നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റുന്നത്? ആമേ എന്ന് ചോദിച്ചു. ഞാന് ആ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്: ചില പ്രത്യേക വിഷയങ്ങൾക്ക് പ്രത്യേക സാഹചര്യങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകളിലും ആമേൻ ദൈവം നമ്മെ ഒന്ന് മാറ്റി നിർത്തി ഡയറക്റ്റ് ദൈവത്തിന് നമ്മളിൽ സ്വാധീനം ചുമത്തുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരമാണ് ഈ അത്ഭുതങ്ങളുടെ പിറകിലെന്ന് മനസ്സിലാക്കുവാൻ ആമേൻ നമ്മൾ പലപ്പോഴും ഇവർ ചോദിച്ചതുപോലെ ചോദിച്ചവരാണ്. ആരാണ് നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റുന്നത്? നിങ്ങൾ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒത്തിരി പേർക്ക് ഉപവസിക്കുന്ന, നിങ്ങൾ ഒത്തിരി പേർക്ക് മധ്യസ്ഥയണയുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒത്തിരി പേർക്ക് സഹായം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒത്തിരി പേരുടെ വേദന വഹിക്കുന്നവരായിരിക്കാം. നിങ്ങൾ ഒത്തിരി പേരെ കൈ താങ്ങുന്നവരായിരിക്കാം. നിങ്ങൾ ഒത്തിരി പേർക്ക് നിങ്ങൾ ആശ്വാസമായിരിക്കാം. പക്ഷേ നമ്മളുടെ പ്രത്യേക ചില വിഷയങ്ങൾ വരുമ്പോൾ
നമ്മൾ ഈ സഹോദരിമാർ ചോദിച്ചതുപോലെ ചോദിക്കാറുണ്ട് അല്ലെ? എന്താണ്? ആരാണ് നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റുന്നത്? എന്തോ വേറിട്ട ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബക്കാരോ, നിങ്ങളുടെ വീട്ടുകാരോ, നിങ്ങളുടെ ചാർച്ചക്കാരോ ആമേൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് പറയാത്ത വിധം ആമേൻ സകല പഴുതുകളെയും അടച്ചിട്ട് സ്വർഗസ്ഥനാകുന്ന ദൈവം ഇന്ന് രാത്രി ചിലർക്കു വേണ്ടി അടഞ്ഞ ചില വിഷയങ്ങളെ ദൈവം തുറന്നു കൊടുത്ത് റമാന ശലഭകരഘടക കരമടിച്ചോ കരമുയർത്തിയോ നിങ്ങൾ ഈ ദൂതിനെ സ്വീകരിച്ചോ. നിങ്ങൾ ഒരുപക്ഷെ സ്തോത്രം ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കാം. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാകാം, തമിഴ്നാട്ടുകളിൽ ഉണ്ടാകാം, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകാം, കേരളത്തിന്റെ ഇതര മേഖലകളിൽ നിങ്ങൾ ഇരിക്കാം. പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഈ യോഹന്നാൻ 20:1 വാക്യം വായിച്ചതുപോലെ അവർ കണ്ട അത്ഭുതം ഇതാണ്. കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. പിശാച് നിന്നെ നോക്കി പറഞ്ഞു, നിന്റെ കണ്ണുകൾ കൊണ്ട് നിന്റെ പ്രശ്നം നീങ്ങുന്നത് നീ കാണത്തില്ലെന്ന് പിശാച് പറഞ്ഞിരിക്കാം. സ്തോത്രം. നിന്റെ തലമുറയുടെ വിഷയത്തിന്റെ മുകളിൽ ഒരു മറുപടി നിന്റെ കണ്ണുകൾ കൊണ്ട് കാണത്തില്ലെന്ന് പിശാച് പറഞ്ഞിരിക്കാം. നിന്റെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ വ്യത്യാസം വരുന്നത് നിന്റെ കണ്ണ് കാണത്തില്ലെന്ന് പിശാച് മാറിയിരുന്ന് വെല്ലുവിളിക്കുന്നെങ്കിൽ ഞാൻ ഈ വചനത്തെ നിങ്ങൾക്ക് പ്രദർശിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുക. നിന്റെ കണ്ണ് അത്ഭുതങ്ങൾ കാണാൻ പോകുന്ന സീസണാണ്. അത്ഭുതങ്ങൾ കാണാൻ പോകുന്ന കണ്ണുകൾ. പരിശുദ്ധാത്മാവ് ഞാനിത് ദൂത് പറയുമ്പോൾ 22 പാർട്ടിസിപ്പൻസ് ഉള്ള ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ അകത്തിരിക്കുന്ന ചിലരുടെ കണ്ണുകൾക്ക് ദൈവം മാറ്റങ്ങൾ വരുത്താൻ പോകുകയാണ്. അടബനഘടകന കഴിഞ്ഞ 28-ാം തീയതി വരെ, കഴിഞ്ഞ 28-ാം തീയതി അല്ല, ഈ 29-ാം തീയതി ഈ സമയം വരെ നിന്റെ കണ്ണുകൾ കണ്ടത് ഉരുണ്ടു മാറാത്ത വിഷയമായിരിക്കാം, തെന്നി മാറാത്ത വിഷയമായിരിക്കാം. അർദ്ധനാധന. എന്നാൽ യോഹന്നാൻ 20:1 വാക്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന ഫെലോഷിപ്പിനോട് കൈമാറുകയാണ്. നിന്റെ കണ്ണുകൾ ചിലത് ഉരുണ്ട് ഇങ്ങനെയാണ്. നിന്റെ കണ്ണുകൾ ചിലത് നീങ്ങിയിരിക്കുന്നത് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ കരങ്ങളെടുത്ത് നിങ്ങളുടെ കണ്ണിലേക്കൊന്ന് തൊട്ടാട്ടെ, നിങ്ങളുടെ കണ്ണിലേക്കൊന്ന് തൊട്ടാട്ടെ. ശബലഘടകതന നിങ്ങളുടെ കണ്ണിലേക്കൊന്ന് തൊട്ടാട്ടെ. ഞാൻ വചനം കൊണ്ടാണ് നിങ്ങളോട് പ്രവചിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് തൊട്ടാട്ടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് നിങ്ങളായിരിക്കുന്ന ദേശത്ത് നീ നന്മ കാണാൻ പോകുകയാണ്. അടരഘടകതനദിയ നിന്റെ തലമുറകൾ നിന്റെ തലമുറകൾ വളരുന്നത് കാണാൻ പോകുകയാണ്. നിന്റെ ആത്മീക ജീവിതം കൃതാർത്ഥമാകാൻ കാണുന്നത് കാണാൻ പോകുകയാണ്. ഓക്കെ, ഇന്ന് ശ്രദ്ധിക്കുക. കണ്ണുകൾ കൊണ്ട് നാം ചിലത് കാണാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്. ഞാൻ മറ്റൊരു മീറ്റിങ്ങില് പ്രസംഗിച്ച് എന്നെ മീറ്റിങ്ങിന് വിളിച്ച് ഞാൻ പെട്ടെന്ന് എന്നെ വിളിച്ച പാസ്റ്റർ പറഞ്ഞു, വെച്ചാൽ എനിക്ക് ഒരു സൂം പ്ലാറ്റ്ഫോമിൽ പ്രസംഗിക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ 9 മണിക്ക് മെസ്സേജ് വൈൻഡപ്പ് ചെയ്യേണ്ടതാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഒഴുക്ക് ഏകദേശം 9:20 വരെ ആ മീറ്റിങ്ങിന് എനിക്ക് മെസ്സേജ് എടുക്കേണ്ട വന്നു. ഞാൻ പെട്ടെന്ന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഞാൻ ഓടി വണ്ടി എടുത്ത് പെട്ടെന്ന് ഞങ്ങള് ഇപ്പോ ഇവിടെ സ്തോത്രം ഉള്ള റൂമിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഞാൻ എന്താണ് ഈ ദൈവമക്കളോട് ഞാൻ സംസാരിക്കേണ്ടത്? കർത്താവിനോട് പറഞ്ഞടാ, നീ പറയേണ്ടത് ഇന്ന് ഈ രാത്രിയിൽ ഈ ഗ്രൂപ്പിന്റെ അകത്ത് കൂടി വന്നിരിക്കുന്നവരുടെ കണ്ണുകളിൽ ദൈവം ഒരുക്കിയ അത്ഭുതങ്ങൾ കാണാൻ പോകുവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വായിക്കണം കേട്ടോ. എന്തെന്നറിയാമോ? ഇവരുടെ ചോദ്യം ഉണ്ടായിരുന്നു, ആരാണ് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നത്? പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യാതെ മാറിയിരിക്കുമ്പോൾ
പ്രാർത്ഥിക്കുന്ന നിന്നെ വിടുവിക്കണം എന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ എത്ര കാരാഗ്രഹത്തിന്റെ അകത്തല്ല, എത്ര കല്ലുകൾ ഉരുട്ടി വെച്ച് നിന്നെ ഒതുക്കാൻ ശ്രമിച്ചാലും ഇന്ന് രാത്രി കൃപയുള്ള നിന്നോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, ദൈവം നിന്നെ ചിലത് നീക്കിയിട്ട് പുറത്തു കൊണ്ടുവരും. നിങ്ങൾക്കറിയാമോ, മാർത്തയും മറിയയും ആമേൻ നിൽക്കുന്ന സാഹചര്യം യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ അകത്ത് എന്താണ്? അവരുടെ കണ്ണിന്റെ അകത്ത് മരണം കണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ കൊണ്ട് മരണം അവർ കണ്ടിരിക്കുകയാണ്. കേട്ടോ, കണ്ണുകൾ കൊണ്ട് മരണം കണ്ടിരിക്കുക. ഞാൻ പ്രവചിക്കുന്നു 2025 നിന്റെ കണ്ണുകൾ മരണമല്ല കാണാൻ പോകുന്നത്, നിന്റെ കണ്ണുകൾ ജീവൻ കാണാൻ പോകുന്നു. കരമുയർത്തി ഈ ദൂത് സ്വീകരിക്കുക. അർത്ഥന ജന ഇപ്പോൾ ചിലർ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ പോകുകയാണ്. ദൈവാത്മ ഇടപെടുന്നു. ചതഞ്ഞയോട അവൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. ചതഞ്ഞയോട് അവൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല. എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ചതഞ്ഞ അനുഭവത്തിന്റെ അകത്ത്, ആ ഒടിഞ്ഞ അനുഭവത്തിന്റെ അകത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ ചതഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ. അറകടകജനതിയ നീ ഭാരപ്പെടണ്ട. ഇന്ന് പകൽ ചതഞ്ഞിരിക്കുന്നത് പൊട്ടിക്കിളുത്ത് ഫലം കായ്ക്കുന്ന ചില ദൈവിക പ്രവൃത്തികൾ നിങ്ങളുടെ കണ്ണിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. ഞാൻ നിങ്ങളുടെ മടങ്ങി വരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പ്രവചനം, ഒരു പ്രൊഫറ്റിക്കൽ വേർഡ് നിങ്ങളോട് സംസാരിപ്പാനാണ് പരിശുദ്ധാത്മാവ് വെമ്പൽ കൊള്ളുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ അകത്ത് യേശുവിന് ഏറ്റവും പ്രിയനായ ലാസർ മരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിന് ഏറ്റവും പ്രിയനായ ലാസർ മരിപ്പാനിടയായി തീർന്നു. ഈ മരണം സ്തോത്രം മാർത്തയുടെയും മറിയയുടെയും കണ്ണുകൾക്ക് ഭയങ്കര വേദന ഉളവാക്കി, കണ്ണുനീരുളവാക്കി. സ്തോത്രം ഈ സിറ്റുവേഷന്റെ അകത്താണ് യേശു ബെഥാനിയയിലേക്ക് എൻകൗണ്ടർ ചെയ്യുന്നത്. യേശു അവിടേക്ക് കടന്നു വരുന്നത് മരണം കണ്ട് ഇരിക്കുന്ന കണ്ണുകളെ മഹത്വം കാണിക്കുവാൻ വേണ്ടി യേശു കടന്നു വരികയാണ്. നിങ്ങൾ വേദപുസ്തകം നന്നായി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാകും. മരണം കണ്ട മാർത്തയുടെയും മറിയയുടെയും കണ്ണുകൾ കൊണ്ട് ദൈവം മഹത്വത്തെ കാണിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറാം. മാർത്തയോടും മറിയയോടും യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്തിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ആത്മാവിൽ ഇങ്ങനെ പ്രവചിക്കട്ടെ, നിന്റെ കണ്ണുകൾ മരണം കണ്ടത് ദൈവത്തിന്റെ മഹത്വം കാണാനാണ്. നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കരഞ്ഞത് നീ അനേകരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടിയാണ്. നിന്റെ കണ്ണുകൾ കലങ്ങിയത് അനേക കലക്കലുകളെ തെളിയിക്കാൻ വേണ്ടിയാണെന്ന് അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ബെഥാനിയയിലെ മാർത്തയും മറിയയും അവർ സ്തോത്രം കണ്ണുകൾ കൊണ്ട് മരണം കണ്ട് കരഞ്ഞപ്പോൾ യേശു കർത്താവ് പറയുകയാണ്, മോളെ നിന്റെ കണ്ണ് നീ മഹത്വം കാണാൻ പോകുകയാണ്. അവരോട് പറഞ്ഞ ഇങ്ങനെയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാർത്തയ്ക്കും മറിയയ്ക്കും മഹത്വമല്ല അവിടെ കാണേണ്ടുന്നത്, അവർക്ക് കാണേണ്ടുന്നത് തങ്ങളുടെ സഹോദരനായ ലാസറിന്റെ മരണത്തിൽ നിന്ന് അവൻ ജീവങ്കലേക്ക് വരുന്നതാണ് അവർക്ക് കാണേണ്ടുന്നത്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, യേശുവേ എനിക്ക് കാണേണ്ടുന്നത് ഈ സിറ്റുവേഷനിൽ മഹത്വമല്ല, എനിക്ക് ലാസർ എഴുന്നേൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. ഞാൻ ആയിരുന്നെങ്കിൽ പറഞ്ഞു പോയെന്ന് ഉദാഹരണം പറയുകയാണ്. കാരണം നമ്മുടെ ബാഡ് സിറ്റുവേഷൻ ഏറ്റവും നല്ലതായി മാറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവിടെ മറ്റൊരു വിഷയം നമ്മൾ ആഗ്രഹിക്കുകയില്ല. പക്ഷെ യേശു അവിടെ വന്നിട്ട് മരണം കണ്ട് കണ്ണു കലങ്ങി കരഞ്ഞ മാർത്തയോടും മറിയോടും പറയുക, കുഞ്ഞെ നീ വിശ്വസിക്ക്, നിന്റെ കണ്ണുകൾ മഹത്വം കാണും. കമോൺ, പരിശുദ്ധാത്മ പ്രവചിക്കുകയാണ്. നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നെ കരയിപ്പിച്ച ഇടത്ത് നിന്നെ ഒതുക്കി കൂട്ടിയ ഇടത്ത് നിന്നെ മാറ്റി നിർത്തിയ ഇടത്ത്, നിന്നെ കൊള്ളത്തിലെന്ന് പറഞ്ഞ ഇടത്ത്, നിന്നെ പരിഹസിച്ച ഇടത്ത്, നിന്നെ നിന്ദിച്ച ഇടത്ത് നീ മഹത്വം കാണാൻ പോകുകയാണ്. ഒന്നാമത്തത് നമ്മൾ കേട്ടത് സ്തോത്രം, കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു.
കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അടമനഘടകസിയ, ആരാണ് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുന്നതെന്ന ചോദ്യവുമായി സഹോദരിമാർ മുൻപോട്ട് നീങ്ങി വന്നപ്പോൾ അവർ യോഹന്നാനിൽ കണ്ടത് കല്ല് നീങ്ങിയിരിക്കുന്നത് കാണുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവോട് പറയുന്നു, ചില ശരീരങ്ങളിൽ നിന്ന് രോഗങ്ങൾ നീങ്ങുന്ന രാത്രിയാണ്. റബനഘടകതന സാമ്പത്തിക പ്രതിസന്ധിക്കകത്ത് പിശാചു കൊണ്ടുവച്ചിരിക്കുന്ന ചില നുകങ്ങളുടെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി കർത്താവ് നീക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആമേൻ പറഞ്ഞു. ധൈര്യത്തോടെ നിങ്ങൾ ആമേൻ പറഞ്ഞു. എനിക്കറിയാം, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാർ ഇതിന്റെ അകത്തുണ്ട്. ആമേൻ സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ മക്കൾ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. പ്രഭാന ഹംദന ജനഘടകസിയാദന. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ശക്തമായി പ്രാർത്ഥിച്ചോ. ആമേൻ സഭയിൽ ശ്രദ്ധയോട് കൂടെ ആമേൻ സഭയ്ക്കകത്ത് ഒരു കൂട്ടർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ സ്തോത്രം. പ്രാർത്ഥിച്ചു. അത് കുറച്ച് സഹോദരിമാരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവരെന്തിനാണ് പ്രാർത്ഥിച്ചത്? അവരെന്തിനാണ് പ്രാർത്ഥിക്കാനായിട്ട് അവരെ നിയോഗിച്ചത്? മറ്റൊന്നുമല്ല. പത്രോസ് കാരാഗ്രഹത്തിന്റെ അകത്ത് ആമേൻ സ്തോത്രം അടക്കപ്പെട്ട് കിടക്കുമ്പോൾ ആമേൻ മനസ്സിലാക്കിയ ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ദാസിമാർ, അവർ മാറിയിരുന്ന് ആമേൻ കരഞ്ഞെന്നല്ല, ആമേൻ കുറ്റം പറഞ്ഞെന്നല്ല, പഴിചാരിയെന്നല്ല, അവർ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ആമേൻ അല്പം ശ്രദ്ധ കുറവ് ആമേൻ ഒരു വിഷയത്തിന് വന്നാൽ, കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആമേൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറിയാൽ ആമേൻ കറിക്കത്തി കൊണ്ട് നിങ്ങളുടെ വിരല് മുറിയാനിടയുണ്ട്. ആമേൻ സ്തോത്രം. വാഹനം ഓടിക്കുമ്പോൾ അല്പം ശ്രദ്ധ കുറവായാൽ വാഹനത്തിൽ ആക്സിഡന്റ് സംഭവിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്പം ശ്രദ്ധിക്കാതെ നിങ്ങൾ തലമുറകൾ പഠിച്ചാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ അകത്ത് പരാജയങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. ഞാൻ ഇന്ന് രാത്രി ഇത് പറയുമ്പോൾ പ്രവചിക്കുന്നു, ചിലരുടെ പ്രാർത്ഥന മുറിക്കകത്ത് അശ്രദ്ധ കാരണം സ്തോത്രം സംഭവിച്ചു പോയ ചില പിഴവുകളെ ദൈവത്തിന്റെ ആത്മാവ് പരിഹരിച്ചിട്ട് ശ്രദ്ധാലുക്കളായി പ്രാർത്ഥിക്കാൻ വേണ്ടി ചിലരെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ദൈവാത്മാവ് തള്ളിവിടാൻ പോകുന്നു. നിങ്ങൾ സ്വീകരിക്കുക ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇന്ന് രാത്രി ചില ദൈവ മക്കളുടെ മേൽ കൈമാറുകയാണ്. ശ്രദ്ധയോടെ അവർ പ്രാർത്ഥിച്ചു. ആമേൻ. കേൾക്കുക, പരിശുദ്ധാത്മാവ് ഇടപെടും. ഞാനിത് വചനത്തിന്റെ അകത്തുള്ള പ്രവചന ശബ്ദങ്ങളാണ് കൈമാറുന്നത്. ആമേൻ. നിന്റെ കണ്ണുകൾ ഇനി കാണാൻ പോകുന്നത് അവൻ അടഞ്ഞ വിഷയത്തെ അല്ല. ആരാണോ നിന്റെ വിഷയത്തെ അടച്ചത്, ആ അടച്ച വിഷയങ്ങൾ നീങ്ങിയിരിക്കുന്നത് കാണാൻ പോകുന്ന നിന്റെ കണ്ണുകൾ. രണ്ടാമത്തത്, മരിച്ചു കിടക്കുന്ന സഹോദരനെ നോക്കി കലങ്ങിയ കണ്ണിനോട് യേശു പറഞ്ഞത്, ഇനി നിന്റെ കണ്ണ് കാണാൻ പോകുന്നത് മഹത്വമായിരിക്കും. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ ഏത് വിഷയത്തിന്റെ അകത്താണോ നീ നിൽക്കുന്നത്, കർത്താവിന്റെ മഹത്വം കാണാൻ കർത്താവ് നിന്റെ കണ്ണു തുറന്നാൽ, നാറ്റം വെച്ച വിഷയമാണെങ്കിലും 4 ദിവസത്തെ വിഷയമാണെങ്കിലും എത്ര വർഷത്തെ പഴക്കമേറിയ വിഷയമാണെങ്കിലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഷെഖേന ഈ രാത്രി നിന്റെ ശിരസ് മുതൽ പാദം വരെ നിനക്ക് സെൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ, മണിക്കൂറുകൾ എടുക്കുമെന്ന് പറഞ്ഞ വിഷയത്തിന്, വർഷങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ വിഷയത്തിന്, നാളുകൾ എടുക്കുമെന്ന് പറഞ്ഞ വിഷയത്തിന് ഈ ഒറ്റ രാത്രി കൊണ്ട് മാറ്റം സംഭവിപ്പിച്ചു തരുവാൻ സ്വർഗസ്ഥനായ ദൈവം ഇന്ന് രാത്രി നിന്റെ മേൽ പ്രസാദിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ദൈവദാസിമാരെ, ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടക്കുമോ? കർമ്മേൽ പ്രയർ ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടക്കുമോ? നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിക്കോ. ആമേൻ. സ്തോത്രം. ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടക്കും. നമുക്കറിയാം, ആമേൻ, വേദപുസ്തകത്തിന്റെ അകത്തൊരു തെളിവുണ്ട്. 12 വടികൾ ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങുന്ന, ദൈവത്തിന്റെ ഷെഖേന ഇറങ്ങുന്ന, ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവച്ചു. 12 വടിയുണ്ട്. 12 വടിയുടെ കൂട്ടത്തിൽ ഒരുവന്റെ വടിയുണ്ട്. അത് അഹരോന്റെ വടിയാണ്.
അഹരോന്റെ വടി. കേൾക്കുക, കേൾക്കുക, കേൾക്കുക. ഈ സീസൺ നിങ്ങൾ കാണാൻ പോകുന്നത് വ്യത്യസ്തരായ നിന്റെ തലമുറയെ വ്യത്യസ്തരാക്കാൻ പോകുകയാണ്. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വ്യത്യസ്ത രീതിയിൽ ദൈവം കിളിർപ്പിക്കാൻ പോകുന്നു. 12 വടികൾ സമാഗമന കൂടാരത്തിന്റെ അകത്ത് നോക്ക്, ദൈവത്തിന്റെ ശെഖേന ഇറങ്ങുന്ന ഇടത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ എത്ര വടിയെ എഴുന്നേറ്റുള്ളൂ? ഒരൊറ്റ വടിയെ എഴുന്നേറ്റുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടിയെ സ്വർഗസ്ഥനായ ദൈവം വൃക്ഷമാക്കി മാറ്റിയെന്ന്. കമോൺ, ഈ രാത്രി ദൈവാത്മാവ് ചിലരോട് പ്രവചിക്കുന്നു. നിന്റെ സാഹചര്യം മോശമായി ആണെന്നതുകൊണ്ട് നിന്റെ അകത്തുള്ള കിളിർപ്പിനെ തടയാൻ പിശാചിന് കഴിയത്തില്ല. അടമനഘടകസിയ വെട്ടിയെടുത്തൊരു വടിയാണ് സ്തോത്രം സമാഗമന കൂടാരത്തിന്റെ അകത്ത് കൊണ്ടുവച്ചത്. പക്ഷേ ആ വടി കൊണ്ടുവെക്കുന്നതിന് മുൻപ് ദൈവം പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. കർമ്മേൽ 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 കർമ്മേൽ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, കർമ്മേൽ പ്രയാർ നിങ്ങളോട് ആത്മാവ് പ്രവചിക്കുന്നു. ഇത് ദൈവം തെരഞ്ഞെടുത്തതാണ്. ദൈവം തെരഞ്ഞെടുക്കാത്ത ഒത്തിരി പ്രാർത്ഥനാ ഗ്രൂപ്പുകളും ഒത്തിരി ആത്മീക സംഗമങ്ങളും തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ ഒരു വൃക്ഷം പോലെ പടർത്തി പന്തലിപ്പിക്കാൻ പോകുകയാണ്. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പ്രവചിക്കുന്നു, ചില വർഷങ്ങൾക്കിടയിൽ കർമ്മേൽ പ്രയറിന്റെ ഒരു വലിയ സംഗമം പരിശുദ്ധാത്മാവ് നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിലോ നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിലോ ഒരുമിച്ച് നിങ്ങളെ കൂട്ടിയിട്ട് സ്തോത്രം ദൈവാത്മാവ് അങ്ങനെ ഒരു സംഗമത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുവരുന്നു. മോളെ സാമുവേൽ, നിങ്ങൾ ഇത് വിശ്വസിക്കുക. റവന ഹടകജനദിയ ഒരു തൂണായിട്ട് ആത്മാവ് നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത തൂണുകളാണ് സ്തോത്രം യാക്കോബ്, യോഹന്നാൻ, സ്തോത്രം പത്രോസ്. ഈ 3 തൂണുകളാണ് ദൈവത്തോടൊപ്പം കയറി ചെന്നത്. ഇടപെടുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം നിങ്ങളെ നിർത്തിക്കൊണ്ട് ദൈവം ചിലത് പണിയാൻ പോകുകയാണ്. ഈ ദൂതനെ പിടിച്ചെടുക്കുക, ഈ ദൂതനെ പിടിച്ചെടുക്കുക, ഈ ദൂതനെ പിടിച്ചെടുക്കുക. ചില അഭിഷക്തന്മാരുടെ കുടുംബത്തിൽ ദൈവദാസന്മാരുടെ ഭാര്യമാരായി ഇതിന്റെ അകത്തുള്ള സഹോദരിമാരുടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അർദ്ധന രകൽക്കമനാദിക. ഇവിടെ നമ്മൾ കണ്ടത് ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്ന മഗ്ദലക്കാരത്തി മറിയെ കുറിച്ചാണ് നമ്മൾ ആരംഭത്തിൽ കേട്ടത്. ആത്മാവ് ഇടപെടുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മറിയ ഇതിന്റെ അകത്തുണ്ട്. ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു. അർത്ഥം, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന മാതാവേ, സഹോദരി, ദൈവത്തിന്റെ കുഞ്ഞെ, ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ വീട്ടിൽ പിശാച് ഉരുട്ടി വെച്ച ചില കല്ലുകൾ നിന്റെ മുമ്പിൽ ഉരുട്ടിവെച്ച കല്ലുകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ചു. നിങ്ങൾ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കരമടിക്കുക. നിങ്ങൾ ഒരു പക്ഷെ ജോലി സ്ഥാപനത്തിലായിരിക്കാം, നിങ്ങൾ ഓഫീസിന്റെ അകത്തായിരിക്കാം, വീട്ടിന്റെ അകത്തായിരിക്കാം, എവിടെയായിരുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു. നിങ്ങളുടെ കണ്ണുകൾക്ക് ദൈവം വ്യത്യാസം വരുത്തുന്നു. ഞാനിത് പറയുമ്പം പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. കണ്ണുകൾ കൊണ്ട് അത്ഭുതം കാണും കേട്ടോ. ഒറ്റ രാത്രി കൊണ്ടുള്ള അത്ഭുതമാണ്. ഒറ്റ രാത്രി കൊണ്ടുള്ള അത്ഭുതം. കർത്താവ് ദൂതനോട് പറയുന്നത്, നാളെ നിന്റെ വിഷയം എങ്ങനെയാകുമെന്ന് ചോദിക്കുന്നവർ ഇതിന്റെ അകത്തുണ്ട്. എന്നോട് കർത്താവ് പറയുന്നു, നാളത്തേക്ക് ഞാൻ ആ വിഷയം വെക്കത്തില്ല. ഇന്ന് രാത്രി നീ ഉറങ്ങുമ്പോൾ ദൈവം ഉറങ്ങാതെ ഉണങ്ങപ്പെട്ട നിന്റെ വിഷയത്തെ ആത്മാവ് ഇടപെടുക. ഉണങ്ങിപ്പോയ നിങ്ങളുടെ ചില വിഷയങ്ങളെ. ഞാന് ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ സ്വഭാവം കേട്ടോ, നിങ്ങൾ കേട്ടോ, സഹോദരിമാർ കേട്ടോ, നിങ്ങൾ കേട്ടോ. സ്തോത്രം. ദൈവം ചിലരുടെ കാലുകൾക്ക് വേഗതകൾ കൈമാറും കേട്ടോ. ഞാന് ദൈവാത്മനെ കാണിക്കുന്ന പുതിയ ചെരുപ്പുകൾ ദൈവദാസിമാരെ അഭിഷക്തന്മാർ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ, അവരുടെ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ കേട്ടോ, ചെരുപ്പുകൾ ഞാൻ അതിനകത്ത് കാണുന്നു. സ്പീഡ് എന്ന് എഴുതിയ ഷൂവുകൾ ധരിക്കുന്ന ചില കാലുകളെ ദൈവാത്മാവ് കാണിക്കുന്നു. സ്പീഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ഷൂ ധരിക്കുന്ന
വ്യക്തികൾ. യെസ്, എന്തതൊരു വെളിപ്പാടാണ്, വെളിപ്പാടാണ്, വെളിപ്പാടാണ്. നടന്ന് പോയ ചിലരെ ദൈവാത്മാവ് അതിവേഗതയിൽ സ്പീഡോട് ഓടിച്ചു കയറ്റാൻ പോകുകയാണ്. അതാ ബൈബിൾ പറയുന്നത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കമാൺ, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഈ ചിറകാവശ്യമാണോ? ചിറകാവശ്യമാണോ? ബൈബിൾ പറയുന്നത് അറിയാമോ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആമേൻ. ലിസി മാത്യുവിനെയും ഗ്രേസിയെയും മോളി സാമുവിനെയും മോനിഷയും ഇതിന്റെ അകത്തുള്ള സ്തോത്രം എല്ലാ പ്രിയ ദൈവമക്കളെയും ദൈവം കണ്ടിരിക്കുന്നത് കഴുകനോട് തുലനം ചെയ്താണ്. ഒരാമേൻ പറ. കഴുകനോട് തുലനം ചെയ്ത അതാ ദൈവം മെശിയാവിൽ പറഞ്ഞത്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ആമേൻ. താഴ്വാരത്തിലേക്ക് നിന്നെ വലിച്ചിടാൻ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ദൈവദാസിയെ, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ആമേൻ, നിങ്ങൾ താഴോട്ട് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയിൽ നീ താഴോട്ട് പോകത്തില്ല. ബൈബിൾ വായനയിൽ നീ താഴോട്ട് പോകത്തില്ല. ഞാനിത് പറയുമ്പോൾ ചിലരുടെ മേൽ വചനത്തിന്റെ വെളിപ്പാടുകളുടെ ഒരു വലിയ ഹയർ പൊസിഷൻ ആത്മാവ് കൈമാറുകയാണ്. ശന്തല പ്രഭാന അടരാരകൾ കവനഘടക ജനഘടകതനിധിയ അർദ്ധര പ്രഭാല. നിങ്ങൾ സ്വീകരിക്ക. ഞാൻ ഇതിനകത്ത് കാണുന്നത് കഴുകനെയാണ്, പെൺ കഴുകന്മാരെ കാണുകയാണ്. അർദ്ധല പ്രഭാന ജനഘടക ജനതീയ. നിങ്ങൾക്ക് പറക്കാൻ കഴിയും. ആത്മാവിൽ നിങ്ങൾ കയറണം. നിങ്ങളുടെ കണ്ണുകൾ കഴുകന്റെ കണ്ണുകളാകണം. കേട്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. കണ്ണുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവ് നിങ്ങളെയും എന്നെയും കണ്ടിരിക്കുന്നത് കഴുകന്മാരായിട്ടാണ്. കഴുകന്റെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട്. എത്ര ഉയരങ്ങളിൽ കഴുകൻ പറന്നാലും കഴുകന്റെ കണ്ണുകൾക്ക് താഴ്വാരങ്ങളിലെ വിഷയങ്ങളെ കാണാൻ കഴിയും. ആമേൻ. ആ കണ്ണുകൾക്ക് ഒന്നും മറവല്ല. ആ കണ്ണുകൾ കൊണ്ട് കഴുകൻ കണ്ടാൽ അത് കഴുകന് ആഹാരമാണെങ്കിൽ, അത് കഴുകന്റെ ശത്രുവാണെങ്കിൽ, കഴുകൻ ഉയരത്തിൽ നിന്ന് ചിറകടിച്ച് താഴെ വന്ന് കഴുകനെതിരെ നിൽക്കുന്ന ആ ശത്രുവിനെ കൊത്തിയെടുത്ത് ആകാശത്തിനും ഭൂമിക്കും നടുവിൽ കൊണ്ടുചെന്ന് അതിനെ ആഹാരമാക്കി തീർക്കുകയോ ആ ശത്രുവിനെ കൊത്തി പരിവമാക്കുകയോ ചെയ്യും. ഇതാണ് നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത്. ബൈബിൾ പറയുന്നു, സ്തോത്രം, പുഷ്ടി നിമിത്തം നുകം തകരും. ഇന്ന് രാത്രി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിമിത്തം പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ടോ? നീ എന്തെങ്കിലും നിമിത്തം എന്നത് വിട്. എന്നിട്ട് നീ നിന്നിലേക്ക് നോക്ക്. എന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന പുഷ്ടിയുണ്ട്. അത് അഭിഷേകമാണ്. ഞാനിത് പറയുമ്പോൾ ആത്മാവിനെ കാണിക്കുന്നത് ചിലരുടെ കണ്ണുകൾ നീല കളറാകാൻ പോകുന്നു. നീല കളറുകൾ. പരിശുദ്ധ കണ്ണുകൾക്ക് വ്യത്യാസം വരുത്തുന്നു. ദാവീദ് പറഞ്ഞ എന്നറിയാമോ? ദാവീദ് പറഞ്ഞു, ദൈവമേ, നീ എന്റെ കാലുകളെ മാൻപേട കാലുകൾക്ക് തുല്യമാക്കി എന്നെ ഗിരികളിൽ നിർത്തുമാറാക്കുന്നു. ഹലോ, മനസ്സിലാക്കുന്നുണ്ടോ? ദാവീദ് പറഞ്ഞെന്നറിയാമോ? ദാവീദിന്റെ കാലായിട്ട് തന്നെ ഇരിക്കുമ്പോ ദാവീദിന്റെ കാലിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന കണ്ടു. എന്താണത്? ദാവീദിന്റെ കാലുകളായി ഇരുന്നപ്പോൾ തന്നെ അവന്റെ കാലുകൾ മലമുകളിൽ ഓടിക്കേറുന്ന വേഗതയിലേക്ക് ദാവീദിന്റെ കാലുകൾക്കകത്ത് സ്പീഡ് വർദ്ധിക്കുകയാണ്. അർദ്ധനാഥന, നിന്റെ ജോലികൾക്ക് സ്പീഡ് വർദ്ധിക്കാത്ത നിമിത്തം നിന്നെ മാറ്റി നിർത്തുന്നുണ്ടോ? സ്തോത്രം. നിന്റെ ജീവിതത്തിന്റെ അകത്ത്, ശുശ്രൂഷക്കകത്ത് വേണ്ടുന്നത് പോലെ സ്പിരിച്വൽ ഡിവൈൻ സ്പീഡ് ഇല്ലാത്തത് നിമിത്തം നിന്നെ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഒരു ഭയങ്കര ഡിവൈൻ സ്പീഡ്.
കമാൻ, കരമടിച്ച് നിങ്ങൾ സ്വീകരിക്കുക. പ്രവന ഹടകര ഗദര ഘടക ജന ധന. ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് നാളുകളായിട്ട് അനുഭവിക്കുന്ന, നാളുകളായി പിശാച് ഉയർക്കത്തില്ലെന്ന് പറഞ്ഞ് അധികാരം പറഞ്ഞ് ഉരുട്ടിവെച്ച ചില കല്ലുകൾ നീങ്ങിപ്പോകുന്നത് നിന്റെ കണ്ണുകൾ കാണട്ടെ. നിങ്ങൾക്ക് ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഒറ്റ വാക്യം എനിക്കിത് പറയണം. അതിന് രണ്ടാമത്തെ വാക്യം ഒന്ന് വായിച്ച്. രണ്ടാമത്തെ വാക്യം യോഹന്നാൻ 20:2. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. താങ്ക് യു. അവൾ ഓടി എന്ത് ചെയ്തു? അവൾ ശീമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ. ഓക്കെ, നിങ്ങൾ അത് അണ്ടർലൈൻ ചെയ്യുക. അവൾ ഓടി. ഞാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് കൈമാറുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ചില അത്ഭുതങ്ങൾ ആമേൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കർത്താവ് നിങ്ങളെ ഓടിക്കാൻ പോകുകയാണ്. ആമേൻ. പിശാച് ഓടിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓടാൻ നിൽക്കുന്നവരല്ല. നമ്മൾ കർത്താവിന് വേണ്ടി ഓടാനുള്ളവരാണ്. ഒരാമൻ പറഞ്ഞു. ഒരു മനുഷ്യർക്കും നിങ്ങൾക്കറിയാമോ, ഇവിടെ നമ്മൾ കാണിക്കുന്നത് യേശുവിനെ ഒറ്റിക്കൊടുത്ത പത്രോസിനോട് ആമേൻ ഈ മറിയയാണ് യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ആമേൻ. യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ്, അവൻ ആരാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ആമേൻ അകലം വിട്ട് പോയ പത്രോസിന്റെ അടുത്ത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയാൻ വേഗത്തിൽ ഓടിപ്പോയവളാ ഈ മറിയ. നിങ്ങളൊരു ആമേൻ പറഞ്ഞോ? കർത്താവ് അവരോട് പറയുന്നു, സഹോദരിമാരെ, നിങ്ങൾ ചിലരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? ഈ കൂട്ടായ്മയിലൂടെ അനേകർക്ക് കരം കൊടുത്ത് ദൈവം നിങ്ങളിലൂടെ ചിലർ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. പ്രഭാന ഹസ്തരാധന. ശക്തരായ ശുശ്രൂഷകർ ഇതിനകത്ത് എഴുന്നേൽക്കും. പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കും. ആമേൻ, സ്തോത്രം. പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കും. ആമേൻ. ഉറക്കം കളഞ്ഞ് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ആമേൻ, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ആ കുടുംബങ്ങളുടെ ആമേൻ അകത്തളങ്ങളിൽ ആമേൻ ഒതുക്കപ്പെടുത്തി ഉരുട്ടി വെച്ച ചില കല്ലുകൾ ആത്മാവ് ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റാൻ പോകുകയാണ്. നിങ്ങളുമായി ആരെങ്കിലും ഒക്കെ ആ സ്റ്റേറ്റിൽ കണക്റ്റഡ് ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇത് കഴിഞ്ഞ് നിങ്ങൾ അവരോട് പറയുക, നിങ്ങളുടെ വീടിന്റെ അകത്തുള്ള ബന്ധനങ്ങളെ ദൈവാത്മാവ് അറുത്തു മാറ്റാൻ പോകുന്നു എന്ന് നിങ്ങൾ ആത്മാവിൽ പറയുക. രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവൾ ഓടി എന്നാ വായിക്കുന്നത്. കർത്താവിന് വേണ്ടി ഒന്ന് ഓടാൻ ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിയാതെ. കർത്താവിന് വേണ്ടി ഒന്ന് ഓടാൻ, കർത്താവിന് വേണ്ടി ഒന്ന് പാടാൻ, കർത്താവിന് വേണ്ടി ഒന്ന് പ്രവചിക്കാൻ, കർത്താവിന് വേണ്ടി ഒന്ന് ആമേ ശക്തമായി ഒന്ന് എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ആമേ നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് പിടിക്കുന്നു. ഞാൻ വരട്ടെ. ആമേ, ഓടാനുള്ള കാലുകൾക്കുള്ള വേഗത ദൈവാത്മാവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ ഈ സീസണിൽ കാണാൻ പോകുന്നത് മരണമല്ല, തകർച്ചയല്ല, നിരാശയല്ല, രോഗമല്ല. ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ നിന്റെ കണ്ണുകൾ സ്വർഗീയ തലങ്ങളിലുള്ള ദൈവിക കരുതലുകളെ കാണാൻ പോകുകയാണ്. ആമേൻ. ഹാഗാർ എവിടേക്ക് ചെന്നു? ഹാഗാർ മരുഭൂമിയിൽ ചെന്നു. ഹാഗാർ ആമേൻ മരുഭൂമിയിൽ കയറുകയാണ്. ഹാഗാർ മരുഭൂമിയിൽ കയറുന്നു. ഞാൻ പറയാം, ഹാഗാർ മരുഭൂമിയിൽ കയറുന്നതിന് മുന്നമേ ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ ദൈവം ഒരു ഉറവ സെറ്റ് ചെയ്തു. ഞാൻ ഇന്ന് രാത്രി ആമേ സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനുകളിൽ നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ അവിടെ തള്ളിവിട്ടതല്ല. അബ്രഹാമോ ആമേൻ സാറയോ അല്ല. ആമേൻ. നിങ്ങളെ അതിലേക്ക് തള്ളിവിട്ടത് വാഗ്ദത്തം പറഞ്ഞ ദൈവമാണ് തള്ളിവിട്ടത്.
ഹല്ലേലൂയ. ആ ഒരു പക്ഷെ ഞാനോ നിങ്ങളോ ആണെങ്കിൽ പറഞ്ഞേനെ, എന്നെ അബ്രഹാം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്നെ സാറയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എന്നെ മരുഭൂമിയിലേക്ക് തള്ളിവിട്ടു. ദൈവം എന്നോട് പറയുന്നു, മോനെ, അബ്രഹാമോ സാറയോ അല്ലടാ നിന്നെ ഈ ബേർശേബ മരുഭൂമിയിലേക്ക് തള്ളിവിട്ടത്. നിന്നോടും നിന്റെ തലമുറയോടും ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ ആലോചനയുടെ നിവർത്തീകരണം നിന്നിൽ ആരംഭിക്കണമെങ്കിൽ നിന്നെ മരുഭൂമിക്കകത്തേക്ക് കടത്തിവിടണം. ആരെങ്കിലും ഇന്ന് രാത്രി മരുഭൂമിക്കകത്താണെന്ന് ചിന്തിക്കുന്നവരുണ്ടോ? ആരുമില്ല കേൾക്കാൻ, ആരുമില്ല കാണാൻ, ആരുമില്ല കരമൊന്ന് പിടിക്കാൻ, ആരുമില്ല ആശ്വസിപ്പിക്കുവാൻ, ആരുമില്ല മോളെ പോട്ടടി അല്ലെങ്കിൽ പോട്ടട സ്തോത്രം എന്ന് പറയാൻ ആരുമില്ല. അവിടെ മരുഭൂമി നീ മാത്രമാണ്. നോ, നീ മാത്രമല്ല, നിന്നെ മരുഭൂമിയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോയ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ശാശ്വതമായ വഴികൾ നിനക്ക് ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാണ്. മരുഭൂമിയിൽ നിന്ന് ദൈവം ചിലർക്ക് വേണ്ടി ശാശ്വതമായ വഴികൾ തുറക്കുന്നു. അവൾ മരുഭൂമിയിൽ, ഞാൻ ഇങ്ങനെ ആത്മാവിൽ പ്രവചിക്കട്ടെ, മരുഭൂമിയിലേക്ക് അവളെ കയറ്റിവിടുന്നു. മരുഭൂമിയിൽ കയറ്റിവിട്ടപ്പോൾ മരുഭൂമിയിലേക്ക് കയറിയ സ്പോട്ടിലാണ് അപ്പം തീർന്നത്, വെള്ളം തീർന്നത്. അപ്പവും വെള്ളവും തീർന്നു, അപ്പവും വെള്ളവും തീർന്നു. കേട്ടോ. മരുഭൂമിക്കകത്ത് നിന്നെ കേറ്റുന്നതിന് മുന്നമേ അബ്രഹാം തന്ന വെള്ളവും അപ്പവും ദൈവം തീർക്കും. എന്തിനാണെന്നറിയാമോ? മരുഭൂമിയിൽ നിനക്ക് ഒരു അത്ഭുതം നടക്കുമ്പോൾ അബ്രഹാം ഞാനാണെന്ന് പറയരുത്, ഞാൻ കൊടുത്ത വെള്ളമാണെന്ന് പറയരുത്, സാറ കൊടുത്ത അപ്പമാണെന്ന് പറയരുത്. മറിച്ച് മരുഭൂമിയിൽ നിനക്ക് തന്ന കരുതലുകളെല്ലാം മരുഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ മരുഭൂമി തുടങ്ങി ദൈവത്തിന്റെ കരുതലുകൾ നീയും നിന്റെ തലമുറകളും കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി കരമടിച്ചോ, കരമുയർത്തിയോ ആമേൻ പറഞ്ഞോ? സ്തോത്രം. ചിലരുടെ പ്രാർത്ഥനകൾ മരുഭൂമിയിലാണ്. ചിലരുടെ കണ്ണുനീരുകൾ മരുഭൂമിയിലാണ്. അത് വൃഥാവല്ല. മരുഭൂമിയിൽ നിന്ന് ദൈവം നിന്റെ വാഗ്ദത്തത്തെ ജനിപ്പിക്കാൻ പോകുകയാണ്. ഹാഗാർ മരുഭൂമിയിൽ എന്താണ് പ്രിയരെ കണ്ടത്? ഹാഗാർ കണ്ടത് മരണമാണ് കണ്ടത്. ആഗാർ മരണമാണ് കണ്ടത്. മരണം കാണണ്ടെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ മരണം കാണണ്ടെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം, ഹാഗാറേ, നീ എന്നാത്തിനാ കരയുന്നേ? സ്വർഗത്തിൽ നിന്ന് ബാലൻ കിടക്കുന്ന ഇരിപ്പിട കിടക്കയിൽ നിന്ന് ഞാൻ അവന്റെ നിലവിളി കേട്ടു. അപ്പോൾ ഹാഗാറിന്റെ കണ്ണു തുറന്നു. അപ്പോ എന്റെ ചോദ്യം, സഹോദരിമാരെ, ഹാഗാർ മരുഭൂമി വരെ കണ്ണില്ലാതാണോ കയറിയത്? കണ്ണോടുകൂടിയാ കയറിയത്. പക്ഷെ ദൈവത്തിന്റെ കരുതലുകൾ കാണാൻ നിന്റെ പുറമെയുള്ള കണ്ണുകൾക്ക് പറ്റത്തില്ല. നിന്റെ ആത്മകണ്ണ് തുറക്കണം. ഇന്ന് രാത്രി ഒന്നും കൂടെ നിങ്ങളുടെ കരം കണ്ണിലേക്ക് ഒന്ന് എടുത്തു വെച്ചോ, പ്രാർത്ഥിച്ചോ. ഈ രാത്രി നിന്റെ കണ്ണുകൾ അത്ഭുതങ്ങൾ കാണട്ടെ. മക്കൾ ഉറങ്ങിക്കിടക്കുമ്പം അവരുടെ തലയിൽ കൈവച്ച് പറ, ഈ തലമുറയിലൂടെ ഞാൻ അത്ഭുതങ്ങൾ കാണാൻ പോകുകയാണ്. അടമനഘടകതന തകർന്ന കിടക്കുന്ന വിഷയമാണോ? നീ ആ തകർച്ചയിൽ കാലുകുത്തിട്ട് പറ, ഈ തകർച്ചയ്ക്കകത്ത് ആമേൻ ഞാൻ പണിതെഴുന്നേൽക്കുന്നത് കാണാൻ പോകുകയാണ്. കമോൺ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് ചിലർക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ കൈമാറുകയാണ്. ഭയങ്കരമായ പ്രൊട്ടക്ഷൻ. കണ്ണുകൾക്കകത്ത് വ്യത്യാസം. ഞാൻ പ്രവചിക്കുന്നു, ആത്മാവ് പ്രവചിക്കുന്നു, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങിയിട്ട് പ്രഭാതം നിങ്ങൾക്ക് ദൈവം തരുന്നെങ്കിൽ ആമേൻ ഇസ്രായേൽ മക്കളുടെ കൂടാരവാതിൽക്കൽ മഞ്ഞിൽ പൊതിഞ്ഞ മന്നയെ ദൈവം കൊടുത്തെങ്കിൽ, യെസ് ആമേൻ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തകർന്നിരിക്കുന്ന നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ നീതി എന്ന വണ്ണം ദൈവം ചിലത് പാക്കേജുകളായിട്ട് ദൈവം കൈമാറാൻ പോകുന്നു. അത് നിങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം കൈമാറട്ടെ. പ്രിയരെ, ഞാൻ എൻ്റെ ഒരു ചെറിയ സാക്ഷ്യം നിങ്ങളോട് പറയാം. ചെറിയ സാക്ഷ്യം. ഞാനൊരു പോളിയോ രോഗിയായിരുന്നു, ഒരു പോളിയോ ബാധിതനായിരുന്നു. നീണ്ട 9ാമത്തെ വയസ്സിൽ ഒരു പോളിയോ രോഗം വന്ന് ചിലമ്പി ചുരുണ്ടു പോകുന്നത് പോലെ ചുരുണ്ട് തല കാലുകളുടെ ഇടയിലേക്ക് തിരികിപ്പോയി, കൈകൾ ചുരുങ്ങി, കാലുകൾ വളഞ്ഞു. മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഈ ചെറുക്കൻ
17 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. 17 വയസ്സ് വരെ. 1 വർഷത്തിന്റെ അകത്ത് ഇവന്റെ വിരലുകൾ അനങ്ങിയാൽ, ഇവന്റെ നാവ് ചലിച്ചാൽ ഇവൻ ജീവിക്കും. പക്ഷെ ജീവശവമായി വീട്ടിൽ ഒരു റൂമിന്റെ അകത്ത് തലവേദനയായി, പണനഷ്ടം, എല്ലാം നഷ്ടമായി ഇവൻ അവശേഷിക്കും. എന്റെ ഡോക്ടേഴ്സ് 7 ഡോക്ടേഴ്സ് എന്നെ പ്രസവിച്ച അമ്മയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അമ്മ, നമുക്ക് ഈ കൊച്ചിനെ കൊന്നുകളയാം, ഇവന് ഇതിൽ നിന്നൊരു സൗഖ്യം കിട്ടത്തില്ല എന്നെ ഡോക്ടർമാർ എന്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എന്റെ അമ്മ പറഞ്ഞത്: ആമേ ഡോക്ടർ, ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ ദൈവമാണ് എന്റെ കുഞ്ഞിനെ തന്നതെങ്കിൽ എന്റെ ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. ഈ ഡോക്ടർ എന്റെ അമ്മയുടെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു: ആമേൻ അമ്മ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. ആമേൻ. ഞാൻ പറയാം, നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നമ്മുടെ വിശ്വാസമാണ് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ ദൈവം ഒരുക്കുന്ന പ്ലാറ്റ്ഫോം. നമ്മുടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മളിൽ നടക്കണമെങ്കിൽ വിശ്വാസം എന്ന പ്ലാറ്റ്ഫോം നമ്മൾ തുറന്നു കൊടുക്കുക. ആമേൻ. നിങ്ങൾക്കറിയാമോ, 7 ഡോക്ടേഴ്സ്മാർ മാറി മാറി വന്ന് നൊന്ത് പ്രസവിച്ച അമ്മയോട് എന്നെ കൊന്നുകളയാമെന്ന് പറഞ്ഞ രാത്രിയിൽ, പകൽ അന്ന് രാത്രി 1 മണി സമയത്ത് എന്റെ റൂമിന്റെ അകത്ത് എന്നെ കുളിപ്പിച്ച് കട്ടിലിൽ കിടത്തി, സ്തോത്രം, ഒരാൾക്ക് ഇരിക്കത്തക്കവണ്ണം വലിപ്പമുള്ള കട്ടിലിന്റെ കീഴിൽ എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേട്ടു. എന്റെ കുഞ്ഞിനെ നാളെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ആരോഗ്യത്തോടെ എനിക്ക് കാണണം. രണ്ടാമത്തത് എന്റെ അമ്മ പ്രാർത്ഥിച്ചത്, അതല്ല എങ്കിൽ എന്റെ കുഞ്ഞിനെ സ്തോത്രം ഭൂമിയിൽ നിന്ന് എടുത്തു കളയണം. നൊന്ത് പ്രസവിച്ച അമ്മ എന്റെ രോഗം കണ്ടിട്ട് പ്രാർത്ഥിച്ചതാ, ഈ കുഞ്ഞ് മരിച്ചു പോകണമെന്ന്. ഞാനൊരു കാര്യം പറയാം, പെറ്റ തള്ള നിന്നെ മറന്നാലും മറക്കാത്ത ഒരു നല്ല താതനുണ്ട്. ആ താതന്റെ കരത്തിൽ നിങ്ങൾ സുരക്ഷിതർ. നിങ്ങൾ കേൾക്കണമോ? എന്റെ അമ്മ പ്രാർത്ഥിച്ചു, വേദന കൊണ്ട് പ്രാർത്ഥിച്ചതാണ്. ഒന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ സൗഖ്യം കൊടുക്കണം, അതല്ല എങ്കിൽ എന്റെ കുഞ്ഞിനെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം പ്രാണനെ എടുത്തുകൊള്ളണം. നിങ്ങൾക്കറിയാമോ, അന്ന് രാത്രി 1 മണി സമയത്ത് ഞാൻ കിടക്കുന്ന മുറിയിലേക്ക് ചിലന്തി ചുരുണ്ട് കിടക്കുന്ന, ഇങ്ങനെയാണ് ഞാൻ ഇരുന്നത്, ചിലന്തി ചുരുണ്ടു പോയതുപോലെ കിടന്നിരുന്ന എന്റെ മുറിക്കകത്തേക്ക് തേജസ് വാരിച്ചുറ്റി. സ്തോത്രം, പിതാവിന്റെ ഓമന കുമാരനായ പുത്രനായ യേശു കർത്താവ് എന്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് എന്നെ വീട്ടിൽ വിളിക്കുന്ന ഓമന പേർ ചൊല്ലി വിളിച്ച് എന്റെ കിടക്കയിൽ തലക്കൽ വന്ന് ചുരുണ്ടുപോയ എന്റെ ശരീരത്തെ തൊട്ട് ഇറങ്ങിപ്പോയി എന്റെ നാവിനെ എഴുന്നേൽപ്പിച്ച് കൈകാലുകളിൽ തൊട്ട് സ്പർശിച്ച് എന്നെ ജീവനുള്ളവനാക്കി മാറ്റി. ഇന്ന് ഞാൻ പറയട്ടെ, ഡോക്ടർമാർ പറഞ്ഞു 17 വയസ്സ് വരെ. 17 വയസ്സ് കഴിഞ്ഞാലും ഇവന് ആയുസ്സില്ല, മരിച്ചു പോകും, ഇവന് വിവാഹം കഴിക്കാൻ കഴിയത്തില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, ഇവൻ നഷ്ടമാകും, നാശമാകും. നിങ്ങൾക്കറിയാമോ, ദൈവകൃപയാൽ സ്തോത്രം വിവാഹം കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളെ ദൈവാത്മാവ് തരുവാനിടയായി തീർന്നു. ഡോക്ടർമാർ പറഞ്ഞ ഡോക്ടർമാരെ ഇന്നും ചെന്ന് കണ്ടിട്ട് ഞാൻ പറയും, ഡോക്ടർ, അന്ന് കൊന്നുകളയാൻ വിധി എഴുതിയ ആ സാംസണാണ് ഞാനെന്ന് ഡോക്ടർമാരോട് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആത്മാവ് ഇന്ന് രാത്രി ചിലരോട് പ്രവചിക്കുന്നു, നിങ്ങളുടെ തലവിധികൾ മനുഷ്യനല്ല എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഗതികൾ ദൈവമല്ല നിശ്ചയിക്കുന്നത്, മനുഷ്യന്റെ കാലഗതികൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വാത്സല്യ മാതാവേ, വാത്സല്യ സഹോദരിയെ, വാത്സല്യ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ കുഞ്ഞെ, ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുകൾ, അപ്പോൾ ഹാഗാറിന്റെ കണ്ണു തുറന്നു. ഹാഗാറിന്റെ കണ്ണു തുറന്നപ്പോൾ ഹാഗാർ കണ്ടത് മരുഭൂമിയിൽ ഒരു ഉറവ കണ്ടു. ഒരു ഉറവ കണ്ടു. എന്തിനാണെന്നറിയാമോ മരുഭൂമിക്കകത്ത് കയറ്റിയത്? ദൈവത്തിന്റെ കരുതൽ കാണിക്കാൻ വേണ്ടിയ മരുഭൂമി കയറ്റിയത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ മാത്രം സ്ട്രഗിൾ ചെയ്ത ചില അനുഭവങ്ങളില്ലേ, അത് നമ്മുടെ മരുഭൂമിയാണ്. പക്ഷെ ആ മരുഭൂമി നമ്മൾ ചൂടത്ത് കത്തിക്കരിഞ്ഞോ? ഇല്ല. ആ മരുഭൂമിയിൽ ദൈവം നമുക്ക് നീരൊഴുക്കുകൾ തന്നില്ലേ, ആശ്വാസം തന്നില്ലേ? ആ ദൈവത്തെ മുറുകെ പിടിക്കണം. ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പ്രവാചകനാകുന്ന ഏലീശ ഒരു പ്രയർ മൗണ്ടനിൽ ഇരിക്കുകയാണ്, അല്ലെ? തന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ മല ചുറ്റും
ആമേൻ ആമേൻ അശൂര്യ ആ സൈന്യം, ഹല്ലേലൂയ, അരാമ്യ സൈന്യം എന്ന് വളഞ്ഞിരിക്കുകയാണ്. ആമേൻ തന്റെ ബാല്യക്കാരൻ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ യജമാനനെ, നമ്മൾ നശിച്ചു, ഇപ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പം പ്രവാചകൻ എന്നാ പറഞ്ഞതെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ഞാൻ കാണുന്നത് പോലെ ഇവനും കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകൾ തുറക്കണമേ എന്നാണ്. അടുത്ത സെക്കൻഡ് ആ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. അവൻ കണ്ണു തുറന്നപ്പോൾ എന്താ കണ്ടത്? മല ചുറ്റും കണ്ടത് അഗ്നിരഥമയമായ കുതിരകളാണ്. കണ്ടോ? അഭിഷക്തനെതിരെ ശത്രു പടച്ചുവിട്ട ആമേ സ്തോത്രം ശത്രുവിന്റെ ആ ബാഹുല്യത്തെ അല്ല ആമനെ പ്രവാചകൻ കാണുന്നത്, പ്രാർത്ഥിക്കുന്നവൾ കാണുന്നത്, വെളിപ്പാടുള്ള വ്യക്തി കാണുന്നത്, ആമെ ദൈവവചനത്തിൽ അടിയുറച്ചു നിൽക്കുന്നവൻ കാണുന്നത്. പ്രശ്നമല്ല, പ്രശ്നമുണ്ട്, കഷ്ടതയുണ്ട്, രോഗമുണ്ട്, എല്ലാം ഉണ്ട് പ്രിയരെ. പക്ഷേ നിന്റെ കണ്ണുകൾ അത് ദൈവത്തിന്റെ അത്ഭുതം കാണുന്ന കണ്ണ. അതല്ലേ പൗലോസ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. കണ്ടോ? ആമേൻ. നമ്മുടെ കണ്ണുകളുടെ പേരാണ് ഹൃദയദൃഷ്ടി. ഈ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ ആമേൻ, ദൈവത്തിന്റെ വിളിക്കകത്ത് നിൽക്കുന്ന നിന്റെ കുടുംബത്തെ തകർക്കാൻ മന്ത്രവാദികൾക്ക് കഴിയത്തില്ല, ആഭിചാരകന്മാർക്ക് കഴിയത്തില്ല, ശകുനവാദികൾക്ക് കഴിയത്തില്ല, ഒരു പോരുകൾക്കും. നീ ഏത് രാജ്യത്തായിരിക്കട്ടെ, ആ നിയമങ്ങൾക്ക് നിന്റെ മേലുള്ള ദൈവത്തിന്റെ വിളിയെ തടയാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കുന്നവർ കരമൊന്നടിച്ച് നിങ്ങളെ വിളിച്ച വിശ്വസ്തനെ മഹത്വപ്പെടുത്തിയാതെ നിങ്ങളുടെ വിളിയെ തട്ടുടയ്ക്കാൻ പിശാചിന് കഴിയത്തില്ല. നിനക്ക് ആ വാഗ്ദത്തം ചെയ്യുന്നത് ദൈവമാണ്, നിങ്ങളെ വിളിച്ചിറക്കുന്ന ദൈവമാണ്, ഈ പദവി അലങ്കാരം പദവി തന്നത് ദൈവമാണ്. ആ ദൈവത്തിന് നിന്റെ കണ്ണുകളെ കുരുടാക്കാനല്ല, കുരുട്ട് കണ്ണുകളെ തുറപ്പിക്കാൻ നിന്റെ കണ്ണുകൾക്ക് ദൈവപ്രകാശം തരികയാണ്. ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു നിർത്തുകയാണ്. ആമേൻ സ്തോത്രം. കല്ലറയ്ക്കൽ ചെന്നു. ഈ രാത്രി നിങ്ങൾ കേട്ടോണേ, ഈ പ്രവചന ശബ്ദം ഏറ്റെടുത്തോ. കല്ലറയ്ക്കൽ ചെന്നു. അവൾ എന്ത് ചെയ്തു? കല്ലറയ്ക്കൽ ചെന്നു. നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ? നിങ്ങളുടെ പ്രശ്നത്തിലേക്ക് നിങ്ങൾക്ക് ഇന്ന് രാത്രി ചെല്ലാൻ പറ്റുമോ? അവൾ കല്ലറയ്ക്കൽ ചെന്നു. ഉറപ്പ് ഞാൻ പറയാം, പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. നിങ്ങൾ ഒത്തിരി പ്രശ്നത്തിന്റെ അകത്താണ് ഇന്ന് രാത്രി ദൈവപാദപീഠത്തിൽ ഇരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നത്തെ ഒന്ന് നോക്കണം. നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ നോക്കണം. നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ നോക്കുമ്പോൾ ആമേൻ ചിലത് നീങ്ങിയിരിക്കുന്നത് കാണും. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞു. ആമേ, ഈ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തടഞ്ഞ കാരണങ്ങൾ എന്താണെന്നറിയാമോ? ആമേ, കല്ലറ, കല്ലുരുട്ടി വെച്ചു, റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ചു, പടയാളികളെ നിർത്തി, കല്ലറ അധികം ഉറപ്പാക്കി. എന്താണെന്നറിയാമോ? അകത്ത് കിടക്കുന്ന യേശു ഉയർത്തെഴുന്നേൽക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിന് നിസ്സാരമേ ഉള്ളൂ. നീക്കി റോമൻ ഇമ്പീരിയൽ മുദ്ര പൊട്ടിക്കാൻ ഒരു അധികാരത്തിനും കഴിയത്തില്ല. പക്ഷേ സ്വർഗസ്ഥനായ ദൈവം അതിനെ സിമ്പിളാക്കി നീക്കി എന്നാ വായിക്കുന്നത്. നീക്കി. കണ്ടോ? കാരണം ആത്മീകന് വേണ്ടി ദൈവം ചെയ്യുന്ന വിടുതലുകൾ സ്വർഗീയമായിരിക്കും. നീ ആത്മീകയാണോ? നീ ആത്മീകനാണോ? എത്ര കല്ലുകൾ കൊണ്ട്, എത്ര ഭൗമിക വസ്തുക്കൾ കൊണ്ട് നിന്നെയോ നിന്റെ കുടുംബത്തെയോ തലമുറകളെയോ ഒതുക്കാൻ ശ്രമിച്ചാലും ഭാരപ്പെടണ്ട. മൂന്നാമത്തെ ദിവസം നീ പുറത്തു വരും. പരിശുദ്ധാത്മാവരോട് പ്രവചിക്കുന്നു. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി ഇതിന്റെ അകത്ത് ഗ്രേറ്റ്ഫുൾ ആയ ടെസ്റ്റ് മണികൾ കേൾക്കാൻ പോകുകയാണ്. അതിന്റെ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു പെൺകുഞ്ഞിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഒരു പെൺകുഞ്ഞുമായിട്ടുള്ള ബന്ധം, ഒരു മകളുമായിട്ടുള്ള ബന്ധം, അത് റിലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു വിഷയത്തിന്റെ ചില ദൈവിക പ്രവൃത്തികൾ ദൈവത്തിന്റെ കരം അയച്ച് ദൈവിക അത്ഭുതങ്ങളെ കാണാൻ കഴിയാതെ നിർത്തിയിരിക്കുന്ന ആ കല്ലിനെ ഉരുട്ടി നീക്കി ഒന്നാമത്തെ ടെസ്റ്റ് മണി അതായിരിക്കും. രണ്ടാമത്തെ ടെസ്റ്റ് മണി
ആമേൻ 3 ദിവസത്തിന്റെ അകത്ത് ഈ ഗ്രൂപ്പിൽ കേൾക്കാൻ പോകുന്നത്, അറിയാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഷടപരഘടകനദിയ, ഒരു വിഷയത്തിൽ ലോക്കായിട്ടിരിക്കുന്ന, ഒരു വിഷയത്തിൽ ബ്രേക്ക് ആയിരിക്കുന്ന, ആമേൻ, ചില ചങ്ങലകൾ, ആമേൻ, അത് പൊട്ടും, അത് പൊട്ടും, അത് പൊട്ടും, അത് പൊട്ടും. 3 ദിവസത്തിന്റെ അകത്ത് ചില മറുപടികൾ. അത് സാമ്പത്തികമായ വിഷയത്തിന്റെ അകത്താണ്. ആമേൻ, ആ വിഷയം നിന്റെ കരത്തിൽ വരാതെ മറ്റൊരു കരത്തിൽ, ആമേൻ, ഒതുക്കി വച്ചിരിക്കുന്ന ഒരു മേഖല ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൂതനെ അയക്കും. ഈ രാത്രി ഞാൻ ആ വ്യക്തിക്ക് ഉറക്കം കൊടുക്കാതെ 3-ാം ദിവസം നിന്റെ നന്മ നിന്റെ കരങ്ങളിൽ വരും. 3-ാമത്തെ അത്ഭുതം, സാക്ഷ്യം എന്ന് പറയുന്നത്, നിങ്ങൾ കേൾക്കുക, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുകയാണ്. അർത്ഥപ്രധാന വസ്തു സംബന്ധമായി ആമേൻ നിൽക്കപ്പെടുന്ന ഒരു പ്രത്യേക വിഷയമാണ്. ആത്മാവ് ഇടപെടുകയാണ്. അടരഘടകസിയാതന 3 ദിവസങ്ങൾ കൊണ്ട് ആമേൻ ദൈവാത്മാവ് പറയുന്നു, ചിലർ പ്രോപ്പർട്ടി സെയിലാക്കാൻ, ആമേൻ, സ്തോത്രം, പല ഇടങ്ങളിൽ അത് അറിയിപ്പായി കൊടുത്തു. പക്ഷേ ആ പ്രോപ്പർട്ടിയുടെ വാതിൽക്കൽ വരെ വരും. പക്ഷേ അവർ അവിടുന്ന് റൂട്ട് തിരിഞ്ഞു പോകുകയാണ്. ദൈവാത്മാവ് ഇടപെടുന്നു. 3 ദിവസത്തിന്റെ അകത്ത് പ്രോപ്പർട്ടികൾ സെയിലാകും. മറ്റു ചില പ്രോപ്പർട്ടികൾ മേടിക്കുന്നത് പോലെ പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, സ്തോത്രം. മറ്റൊരു ശുശ്രൂഷയിൽ നിന്ന് ഓടി നിങ്ങളെ ശുശ്രൂഷിക്കണമെന്ന അകമഴിഞ്ഞ ആഗ്രഹത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. അല്പ ക്ഷീണമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ടൈം ഉണ്ടെങ്കിൽ ദൈവദാസന്മാർ നിയോഗത്തോടെ ശുശ്രൂഷകൾ, ആമേൻ, സ്തോത്രം, അത് കണ്ടിന്യൂ ചെയ്യുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിയാട്ടെ. രോഗികളായിട്ടുള്ളവർ അപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കണം. ബൈബിൾ പറയുന്നത്, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ എന്നാണ്. ന്യായപ്രമാണത്തിലെ അത്ഭുതം, നിന്റെ അത്ഭുതം വചനത്തിന്റെ അകത്തുണ്ട്. നിനക്കുള്ള അത്ഭുതം ബൈബിളിന്റെ അകത്തുണ്ട്. നിനക്കുള്ള അത്ഭുതം വിശുദ്ധ ബൈബിളിൽ മറഞ്ഞു കിടപ്പുണ്ട്. അത് കാണാൻ കഴിയാതെ കണ്ണുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആ കണ്ണുകൾ തുറന്നു വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ശുശ്രൂഷകന്മാർ കരുത്ത് പ്രാപിക്കട്ടെ. ശുശ്രൂഷകന്മാർ, ഞങ്ങൾ യോഹന്നാൻ 20:2 വായിച്ചതുപോലെ അവൾ ഓടി എന്ന് ഞങ്ങൾ കേട്ടു. കർത്താവിന്റെ സാക്ഷിയായി ഓടട്ടെ. യോഹന്നാൻ 20:1 ഞങ്ങൾ വായിച്ചത്, കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. കർത്താവ്, ഈ മക്കളുടെ വിഷയങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും ഇന്നലെ വരെ നീങ്ങാത്തതായിരുന്നു ഇവർ കണ്ടത്. അതുപോലെ തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ണുകൾ കൊണ്ട് കണ്ടത്. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ കണ്ണുകൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലർ നീങ്ങിയിരിക്കുന്നത് കാണട്ടെ. പ്രശ്നങ്ങൾ നീങ്ങട്ടെ, രോഗങ്ങൾ നീങ്ങട്ടെ, ബന്ധനങ്ങൾ നീങ്ങട്ടെ, മുഖക്കയറുകൾ നീങ്ങട്ടെ, അന്യായമായ പോർവിളികൾ നീങ്ങട്ടെ, മാരകമായ വിപത്തുകൾ നീങ്ങിപ്പോകട്ടെ. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരുടെ മേൽ നിഴലിടട്ടെ. രോഗികളുള്ളവർ സൗഖ്യമാകട്ടെ. എന്ന് പറഞ്ഞ ആലോചനകൾ ഈ ജനത്തിന് മേൽ ഞാൻ കൈമാറുന്നു. കർത്താവ് അനുഗ്രഹിച്ചത് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ആമേൻ സ്തോത്രം ലീവാകുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ആ ദാസിയോടും ദാസന്മാരോടും, ആമേൻ, ആരൊക്കെ ഉണ്ടോ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പേരെടുത്ത് പറഞ്ഞില്ലെന്ന് പറഞ്ഞ ആരും, ആമേൻ, സ്തോത്രം, ഒന്നും ചിന്തിക്കരുത്. കർത്താവിന്റെ വചനം കേൾക്കുക, കർത്താവിനെ ഉയർത്തുക. ഇതാണ് നമ്മുടെ ദൗത്യം. വീണ്ടും കർത്താവിന്റെ വരവ് താമസം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അതല്ല, കർത്താവ് വരുന്നെങ്കിൽ ഒരുമിച്ച് നിത്യതയിൽ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന പ്രാർത്ഥനയോടെ, ആമേൻ, സ്തോത്രം, ആമേൻ, ഞാൻ വിട പറയുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നല്ല വചനം കേൾപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുക. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ സാക്ഷിയായി ഓടുവാൻ നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ രാത്രികാലം
കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം കർത്താവെ നിന്റെ ദാസന് സമയമില്ലാത്ത സമയത്തും കർത്താവെ വിളിച്ചപ്പോൾ ഗ്രൂപ്പിൽ വന്ന് കർത്താവിന്റെ വചനം ഘോഷിപ്പാൻ കർത്താവിന്റെ ദാസനെ അയച്ചതിനാൽ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. പിന്നെയും കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു കർത്താവ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. എബി പാസ്റ്റർ ഉണ്ടല്ലോ. പാസ്റ്ററെ പ്രൈസ് ലോർഡ്. ജെബിൻ ബ്രദറെ പ്രാർത്ഥിച്ചു. എബി പാസ്റ്റർ ആശീർവാദം പറയും. പാസ്റ്റർക്ക് സമയമുണ്ടോ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാൻ? ഒരു മിനിറ്റ്. ഇന്ന് ഇസ്രായേലിന്റെ ഇൻഡിപെൻഡന്റ് ഡേ, അതുകൊണ്ട് ഒരു വാക്ക് ഇസ്രായേലിനൂടെ ഓർത്ത് പ്രാർത്ഥിക്കണം. ജെബിൻ ബ്രദറെ. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ ഈ സമയത്തിനായി സ്തോത്രം കർത്താവേ. തന്നെ ഞങ്ങൾ വന്ന് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, വചനം ധ്യാനിപ്പാൻ, വചനം കർത്താവെ, സംഘത്തിൽ ധ്യാനിപ്പാനും സംഘത്തിൽ കൂടെ പ്രബോധിപ്പാനും കർത്താവെ, നീ ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ, നീ അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കാൽ, ദൈവപ്രവർത്തിക്കായി, ദൈവാസനെ കർത്താവെ വചനം ശുശ്രൂഷിക്കാൻ എടുത്ത് ഉപയോഗിച്ചതിനായി സ്തോത്രം കർത്താവെ. മറിയ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ ഇരുട്ടുമ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെല്ലുന്ന ഒരു അവസ്ഥ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രഭാതത്തിൽ എഴുന്നേറ്റ്, ഒരു ഇരുട്ടൽ പോലെ സ്ഥാനം പ്രഭാതത്തിൽ എഴുന്നേറ്റ് അങ്ങ് ദേശത്തിന് വേണ്ടിയും കർത്താവ് രാജ്യത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഇടിയിൽ നിൽപ്പാനും അനേക ക്രിസ്തുവിലേക്ക് നേടുവാനും തിരിച്ചു ചെന്ന് കർത്താവെ പത്രോസും മറ്റ് കൂട്ടു ശിഷ്യന്മാരോടും സാക്ഷ്യം പറഞ്ഞു, അനേകരോട് സാക്ഷ്യം പറഞ്ഞു, അനേക ക്രിസ്തുവിലേക്ക് കൂട്ടുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പകലുള്ളിടത്തോളം കർത്താവ് ഇടിയാക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് വചനം ശുശ്രൂഷ ദൈവാസനെ അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങളെ കേൾക്കുവാണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ, അദ്ദേഹത്തിന്റെ സഭകളെ, അദ്ദേഹത്തിനായിരിക്കുന്ന മേഖലകളെ, അതിന്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കണം. അത് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനം മാനിക്കണമേ. ഞങ്ങൾ സഭയെ ഈ മീറ്റിങ്ങിനെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽപ്പെടുന്ന എല്ലാവരെയും ആളാം പ്രതി പേര് വരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രതിയാൽ കർത്താവെ, ഇസ്രായേലിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ കർത്താവെ. ആ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. ദൈവമേ, ആ രാജ്യത്തിനെതിരായി കർത്താവെ ശത്രുക്കൾ വാടകോരി കർത്താവിനെ തകർത്ത് കളയാൻ, ഭൂമിയിൽ നീക്കി കളയാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവെ ദൈവമേ, നീ അതിനെ കർത്താവെ നിന്റെ സ്ഥലമാക്കി കർത്താവെ. ദൈവമേ, നീ സൂക്ഷിച്ചിരിക്കാൻ, ഇന്ന് വരെ അതിനെ പരിപാലിച്ചിരിക്കാൻ കർത്താവെ. ഒരു ശത്രു അതിനെ തൊടുവാൻ അനുവദിക്കാതെ കർത്താവെ, ആ ഈ കല്ലിന്മേ തൊടുന്നവനെ എല്ലാം ദൈവം ധൂളിയാക്കി തീർക്കുന്നു കർത്താവ്. എങ്കിലും കർത്താവെ അനേക പോരാട്ടങ്ങളുണ്ട്. എങ്കിലും ആ രാജ്യത്തെ, ചെറിയ രാജ്യത്തെ ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്രം. എങ്കിലും കർത്താവെ, ക്രിസ്തുവിനെ അവരെ അറിയുവാൻ വേണ്ടി, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ രാജ്യത്തിനാക്കണമെന്ന് ഉപേക്ഷിക്കും കർത്താവെ. എങ്കിലും അവർ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾ ജാതികളായ ഞങ്ങൾക്കും കർത്താവെ അങ്ങേ തെരഞ്ഞെടുത്തതെന്ന് ഞങ്ങൾ വചനത്തിൽ പഠിച്ചിരിക്കുന്നു കർത്താവ്. എങ്കിലും ആ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കണമേ. അനേക ദൈവമക്കൾ കർത്താവെ, ആ രാജ്യത്ത് അനേക സഹോദരങ്ങൾ കർത്താവ് ജോലി ചെയ്യുന്നു കർത്താവെ. അവരെല്ലാം കർത്താവിന്റെ ആദരവോടെ, അവരുടെ സ്നേഹത്തോടെ കർത്താവ് അവർക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും തന്നെ കർത്താവ് രാജ്യത്തവരെ സൂക്ഷിക്കുന്നു കർത്താവ്. എങ്കിലും അനേക യുദ്ധങ്ങൾ, യുദ്ധസ്ഥിതിയിൽ ചെറുതും വലുതുമായ അനേക യുദ്ധങ്ങളും യുദ്ധസ്ഥിതികളും അനാക്യന്മാരുടെ കർത്താവ് ദൈവമേ ചുറ്റുമുള്ള പോരാട്ടങ്ങളുണ്ടെങ്കിലും ദൈവം കൺമണി പോലെ പരിപാലിക്കുന്നു. ആ രാജ്യത്തിന്റെ ഭരണാധികാരികളെയും അതിൽപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, എന്റെ സർക്കാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ, എന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, മന്ത്രിമാരെയും ചീഫ് മിനിസ്റ്റർമാരെ എല്ലാവരെയും കർത്താവ്, അതിൽപ്പെടുന്ന എല്ലാ ജോലിക്കാരെയും കർത്താവ്, ആളാം പ്രതിപേരും അതിലുള്ള എല്ലാവരെയും ഓർത്ത് വിദേശികളായി ഞങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെയും പ്രത്യേക ഞങ്ങളുടെ ദൈവാസി ആ ദേശത്ത് ഇത്രത്തോളം മാനിച്ചു, അവരുടെ അവരുടെ കർത്താവ് സൂമിൽ ഇത്രത്തോളം മാനിച്ചു. കൂടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആ രാജ്യത്തിന് ഒരു പ്രാവശ്യം കർത്താവിന്റെ കരങ്ങളിലേക്ക് കർത്താവ് ഒരു ഇൻഡിപെൻഡൻസ് ഡേയുടെ കർത്താവ് അവർക്ക് ദാനമായി കൊടുത്ത് ഭൂമിടത്തിൽ നിന്ന് അവരെ തൂത്തുകളെ തുടച്ചു നീക്കുവാൻ നോക്കിയെടുത്ത സ്ഥാനത്ത് ദൈവമേ നീ നിർത്തിയിരിക്കാതെ സ്തോത്രം. അവരുടെ വാക്തം വീണ്ടും കർത്താവ് നിറവേറുവാൻ കർത്താവ് ഇടിയാക്കണമേ എന്ന് ഉപേക്ഷിക്കുന്നു കർത്താവ്. പ്രത്യേക ഞങ്ങളുടെ ദൈവാസന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ വിഭാഷക്കായ സ്തോത്രം. ദൈവാസൻ കടന്നു വരും കർത്താവ് ഇടിയാക്കിയനായി സ്തോത്രം. സമയത്ത് ജോലിയുടെ ബന്ധത്തൊക്കെ ആയിരിക്കുന്ന സൂക്ഷിക്കും. മറ്റ് ദൈവാസന്മാരെ ആളാം പ്രതി പേര് വരായി എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കും. സമയൊരുക്കത്താൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. പല വിഷയത്താൽ കർത്താവ് രോഗികൾ ദുഃഖികൾ കഷ്ടം അനുഭവിച്ച വാഗ്ദത്തങ്ങളെ കേൾക്കുവാൻ, വാഗ്ദത്തം പ്രാപിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് ഉപേക്ഷിക്കും. രോഗികൾ ദുഃഖികൾ വിടിവിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഉപേക്ഷിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവപ്രവൃത്തി അതിവേഗം പാഞ്ഞു എന്ന ദൈവത്തിന്റെ വചനം അയച്ച് വിടിവിക്കും ദൈവം, ദൈവത്തിന്റെ ദൂതനെ അയച്ച് വിടിവിക്കും ദൈവം. അസാധ്യ മണ്ഡലമേൽ എഴുതി തള്ളിയ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരം വയ്ക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഭാരപ്പെടുവാൻ പ്രയാസപ്പെടുവാൻ അനുവദിക്കാതെ കർത്താവ് ഈ മീറ്റിംഗിൽ കടന്നവർ എല്ലാവരെയും കർത്താവ് ആളാം പ്രതി പേര് വരെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. തുടർന്ന് മീറ്റിംഗ് മടി കൂടാതെ അനേകരെ ക്രിസ്തുവിലേക്ക് കർത്താവെ ദൈവമേ കർത്താവ് ആന്ത്രോസിനെ പോലെ അനേകരെ കർത്താവ് ക്രിസ്തുവിലേക്ക് പരിചയപ്പെടുത്തുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് ഉപേക്ഷിക്കും കർത്താവെ. ദൈവപ്രവൃത്തി അനേക ദൈവാസന്മാർ ഞങ്ങൾ ഇന്നുവരെ കടന്നുപോയ ദൈവാസന്മാരെല്ലാം ഓർത്തി ഇനിയും കടന്നുവരും ദൈവാസന്മാരെ ദൈവമക്കളെ എല്ലാം എടുത്ത് ഉപയോഗിക്കണം. ദൈവനാമം എല്ലാവരും മഹത്വനായി തീരട്ടെ കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് വിട്ടുവരിക സകല വിഷയത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ആളാം പ്രതി പേര് വിവിധ രാജ്യങ്ങളെയും ഞങ്ങളുടെ ദേശങ്ങളെയും കർത്താവ് ഭൂലോകം വൻകരകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടണം. എല്ലാം നന്മയ്ക്കായി ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവ്. ഞങ്ങൾ വിഷയങ്ങളെല്ലാം ഓർത്ത് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദേശം നശിക്കുന്നു ജീവങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിപ്പാൻ. മുസ്ലിം രാജ്യങ്ങളെ, അറബ്
രാജ്യങ്ങളെയും സകല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെയും കർത്താവെ ദൈവമില്ലാത്ത രാജ്യം പ്രത്യേക ഇന്ത്യ മഹാരാജ്യത്തിന്റെ യുദ്ധത്തിന്റെ ഒരു കർത്താവെ കേൾക്കുമ്പോൾ ഈറ്റുന്നതിന്റെ ആരംഭം ദൈവത്തിന്റെ വചനം പറഞ്ഞു. യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങൾ ഒന്നിനും ഭയപ്പെടാതെ ദൈവത്തിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ആകാശങ്ങളിൽ പ്രാപഞ്ചിക ലക്ഷണങ്ങൾ ജാതിക ലക്ഷണം കാണും കർത്താവ്. ഞങ്ങൾ ഒരുക്കമായി ഞങ്ങളെ വിളിച്ച് ദൈവത്തിൽ വിശ്വസ്തന്മാരായി ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കും. ദൈവപ്രവൃത്തി വെളുപ്പം എല്ലാം കൊണ്ട് ദൈവനാമത്തിനകത്തിട്ട് കർത്താവ് രാത്രി സ്തോത്രം യേശുവിനാൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം പുത്രനാം ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും നാം എല്ലാവരുടെ മേലും ശുശ്രൂഷിച്ച ദൈവദാസന്റെ മേലും കുടുംബത്തിന്റെ മേലും ആ ഭൂലോകത്തുള്ള എല്ലാ വിശുദ്ധന്മാരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ക്രിസ്തുയേശുവിന്റെ വരുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. ഗോഡ് ബ്ലെസ് യു.